तन्नो तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः. നമസ്തേ ആൻഡ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. സോ ഇന്ന് 16ഉം 17ഉം അധ്യായങ്ങൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. 16ാമത്തെ അധ്യായം ദൈവാസുര സമ്പത്ത് വിഭാഗ യോഗം. എന്താ പറയാ, അത് ആസുരി സമ്പത്തും ദൈവീയ സമ്പത്തും തമ്മിൽ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ചാപ്റ്റർ. 17 ശ്രദ്ധാത്രയ വിഭാഗം, നമ്മളുടെ വിശ്വാസങ്ങള് 3 വിധത്തിൽ എങ്ങനെയൊക്കെയാണ് ആവേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടുള്ളതാണ് 17ാമത്തെ അധ്യായം. അപ്പോ ദൈവാസുര സമ്പത്തും പിന്നെ വിശ്വാസങ്ങളും, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് 16, 17, അടുത്ത മാസം 18 നമുക്ക് അവസാനിക്കും. അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നതിന്റെ ഒരു അകത്തുക എന്നുള്ള നിലയിൽ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഓരോരുത്തരും ഇൻഫിനിറ്റ് ആയിട്ടുള്ള ബ്രഹ്മം തന്നെയാണ് നമ്മളുടെ ഉള്ളില്, നമ്മൾ ആത്മശക്തിയായിട്ട്, ആത്മാവിന്റെ ശക്തിയായിട്ട് നമ്മുടെ ഉള്ളില് വിളങ്ങുന്നത് എന്ന് നമ്മൾ ഇത് പല ചാപ്റ്ററുകളിൽ പല വിധത്തിൽ നമുക്കത് പറഞ്ഞു തന്നു. അക്ഷരബ്രഹ്മമായിട്ടുള്ളതും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഈശ്വര ശക്തിയായിട്ട് നിൽക്കുന്നതും എല്ലാം ആ ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം തന്നെയാണ് നമ്മളുടെ ഉള്ളിലും ആത്മാവായിട്ട് വിളങ്ങുന്നത്. അത് നമ്മളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഈശ്വര ശക്തിയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. ആ ഈശ്വര ശക്തികള് നമ്മളുടെ ഉള്ളിൽ ആദ്യം പ്രകാശിക്കുന്നത് നമ്മളുടെ കോൺഷ്യസ്നെസ് ആയിട്ടാണ്. ബോധം, നമുക്കുള്ള പുറമെയുള്ള ലോകവുമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള മനസ്സും ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് ഉള്ള പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ആയിട്ട് നമുക്ക് മാറുന്നു. ആ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിലെ പഞ്ചഭൂതങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ 3 വിധത്തിലുള്ള എനർജി, ഫിസിക്കൽ എനർജി, കെമിക്കൽ എനർജി, ബയോളജിക്കൽ എനർജി ആയിട്ടൊക്കെ മാറി അവര് നമ്മളുടെ ഉള്ളിലെ മനസ്സിലെ ചിന്താശക്തി എന്ന് പറയുന്ന ഒരു ശക്തിയായിട്ട് മാറുന്നു. അപ്പൊ നമ്മളുടെ ബുദ്ധിപരമായിട്ടുള്ളതും മാനസികവുമായിട്ടുള്ളതും പിന്നെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നമ്മളുടെ പ്രാണൻ ഒക്കെ ആയിട്ടുള്ള ശക്തികളായിട്ട് ഭവിച്ചിട്ട് അത് മനസ്സിനെ ഉത്തേജിപ്പിച്ച് ചിന്ത എന്ന് പറയുന്ന ഒരു സംഗതിയാക്കി മാറ്റി ആ ചിന്തകള് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിന്നീട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അത് ആ ചിന്തകള് മനസ്സിൻ്റെ ഉള്ളില് നമുക്ക് ഓർമ്മശക്തിയും പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ശക്തിയായിട്ടും പിന്നെ ശരീരത്തിൻ്റെ ഉള്ളില് നമ്മൾക്ക് പോഷകങ്ങളാക്കി മാറ്റി തരുന്ന ശക്തിയായിട്ടും ഭക്ഷണങ്ങളെ അത് എടുത്ത് ഡൈജസ്റ്റ് ചെയ്തിട്ട് പോഷകശക്തിയാക്കി മാറ്റാനും ഒക്കെ ആയിട്ടുള്ള ശക്തികളായി നമ്മളുടെ ഉള്ളിൽ മാറി നമ്മളെ കൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള എനർജി ഈശ്വരശക്തിയായി ഭവിച്ച് ഈശ്വരശക്തി നമ്മളുടെ ഉള്ളിൽ ആത്മശക്തിയായിട്ടും ആ ആത്മശക്തി നമ്മളുടെ ഉള്ളില് ശാരീരികവും പ്രാണന്റെ ശക്തിയായിട്ടും മനസ്സിന്റെ ശക്തിയായിട്ടും പിന്നീട് പ്രവർത്തനങ്ങളായിട്ടും എങ്ങനെയാണ് മാറുന്നതെന്ന് നമ്മൾ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് കർമ്മ യോഗങ്ങളിലൂടെ ഏറ്റവും പുറമെയുള്ള ആക്ഷനിലേക്ക്, പ്രവർത്തനങ്ങളിൽ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കർമ്മയോഗത്തില്. പിന്നെ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ തന്നെ ഈ ബ്രഹ്മം തന്നെയാണ് അല്ലെങ്കിൽ ഈശ്വരശക്തി തന്നെ നമ്മളുടെ ഉള്ളിൽ വിളങ്ങുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തെ ദൃഢപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ 6 ചാപ്റ്ററുകളിൽ പറഞ്ഞത്. പിന്നീട് 3 അധ്യായങ്ങളില് 13, 14, 15 ഈ അക്ഷരബ്രഹ്മത്തിന്റെ പിന്നെ നമ്മളുടെ ഉള്ളിലത്തെ ഗുണത്രയങ്ങളുടെ എല്ലാം ശക്തികളെ എങ്ങനെയാണ് നമുക്ക് പ്രാവർത്തികമായിട്ട് അത് ഒരു പെർഫെക്ഷനിലേക്ക് നമ്മളെ തിരിച്ച് ഈശ്വരത്വത്തിലേക്ക് തന്നെ എത്തിക്കുന്ന വിധത്തിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് 15ാമത്തെ അധ്യായം വരെ പറഞ്ഞത്. ഇനി 16ാം അധ്യായത്തില് കുറച്ച് 16ഉം 17ഉം അധ്യായങ്ങളില് കുറച്ച് അപ്പൻഡിക്സ് എന്നുള്ള നിലയിൽ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അർജുനന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്. അപ്പൻഡിക്സ് ആയിട്ട് ആഡ് ചെയ്യപ്പെട്ടതാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അത് അപ്പൻഡിക്സ് എന്ന് പറയാൻ കാരണം ഇപ്പൊ 9ാമത്തെ അധ്യായത്തില് പറയുന്നുണ്ട്
അതിനുള്ള സീഡ് ഇട്ടിട്ട് ആ സീഡ് എടുത്തിട്ടാണ് ഇനി 16-ാം അധ്യായത്തിലേക്ക് കിടക്കുന്നത്. അപ്പൊ നമ്മളുടെ ആത്മതത്വം നമ്മളുടെ ഉള്ളില് കോൺഷ്യസ്നെസ് ആയിട്ട് പ്രകാശിക്കുകയും അത് ബുദ്ധി, മൈൻഡ് ആൻഡ് ഇന്റലക്റ്റിനെ ഉത്തേജിപ്പിക്കുകയും അതാണ് റിഫ്ലക്റ്റഡ് ആയിട്ടുള്ളതായിട്ട് ചന്ദ്രൻ നമ്മളുടെ ഉള്ളിലത്തെ ചന്ദ്രശക്തിയായി മാറുകയും ആ കോൺഷ്യസ്നെസ് സൂര്യശക്തിയും മറ്റത് ചന്ദ്രന്റെ പ്രകാശവുമായി മാറുകയും അത് നമ്മളുടെ ശരീരത്തിലൂടെ നമുക്ക് പ്രവർത്തനങ്ങളാവുന്ന ആ എന്താ പറയാ തീന്റെ പ്രകാശമാക്കി മാറ്റുകയും ചെയ്യുന്നത്. ഈ തീ കത്തിജ്വലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. ആത്മതത്വം നമ്മളുടെ ഉള്ളിൽ നിന്ന് പ്രകാശിപ്പിച്ച് പ്രവർത്തനങ്ങളാക്കി മാറ്റുന്നു. അപ്പൊ അങ്ങനെ മാറ്റുമ്പോൾ നമ്മളുടെ ഉള്ളിലത്തെ ഗുണങ്ങളെ എല്ലാം ഉപയോഗിച്ച്, മനസ്സിലത്തെ ഗുണങ്ങളെ ഉപയോഗിച്ച് ആ ഗുണങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ജസ്റ്റ് ലൈക്ക് എന്താ പറയാ, കാറ്റ് ഏത് വിധത്തിലാണോ പൂവിന്റെ ഉള്ളിലൂടെ കടന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ പൂവിന്റെ ഗന്ധങ്ങളെയും എടുത്ത് പുറത്തേക്ക് വരുന്നത്, അതുമാതിരി നമ്മളുടെ വാസനകളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്ന് ഈ ആത്മാവ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു തത്വം അത് നമുക്ക് 3 വിധത്തിൽ നമുക്ക് പുറമെയുള്ള പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒന്ന്, നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾക്ക്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഈഗോ പിന്നെ അടിമപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരായി പറയുന്നു. അതിനെക്കാട്ടിലും തീർച്ചയായിട്ടും ഒരു ഉയർന്ന മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്, അത് ഗ്ലോബൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവര്. അതിനെക്കാട്ടിലും ഏറ്റവും ഉപരിയായിട്ട് പെർഫെക്ഷനിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഇൻഫിനിറ്റിയുടെ, അതായത് ബ്രഹ്മവുമായിട്ടുള്ള നമ്മളുടെ താതാത്മ്യ പ്രാപിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പൊ ഈ ഒരു ഇൻഡിവിജ്വൽ, ഗ്ലോബൽ ആൻഡ് ഇൻഫിനിറ്റ് എന്നുള്ള തത്വങ്ങളാണ് ജീവൻ, ഈശ്വരൻ, ബ്രഹ്മം എന്ന് പറയുന്ന 3 വിധത്തിലുള്ള അറിവ് നമുക്ക് അത് ശരിയായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ പെർഫെക്ഷനിലേക്ക് എത്തുക എന്നാണ് 15-ാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചത്. ഇനി ദൈവാസുര സമ്പത്തുകളെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ഒരു ബ്രീഫ് ഒറ്റ പിക്ചറിൽ പറയുകയാണെങ്കിൽ, ഈ ദൈവാസുര സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. ദേവന്മാരും അസുരന്മാരും രാക്ഷസന്മാരും എന്ന് പറയുന്ന 3 വിധത്തിലാണ് നമ്മളുടെ ഈ സമ്പത്ത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത്. ദ ഡിവൈൻ, ദ ഡെമണിക് ആൻഡ് ദ ഫിയൻഡിഷ് ഡെമൺസ് എന്ന് പറയുന്നത് ദേവാസ്, അസുരാസ് ആൻഡ് രാക്ഷസാസ്. അപ്പൊ അത് 9-ാമത്തെ അധ്യായത്തില് 12-ഉം 13-ഉം ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. നമ്മളുടെ ഈ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങളും അതിന് ഉതകുന്നതായിട്ടുള്ള ജ്ഞാനം, ഇതൊക്കെയാണ് നമുക്ക് ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പൊ അത് നമ്മളുടെ ഉള്ളില് സത്യത്തിൽ പറഞ്ഞാൽ ഈ ഈവിൾ ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള ആസുര സമ്പത്തുകൾ ആക്കി നമ്മളെ മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആത്മതത്വത്തെ ശരിക്ക് അറിയുന്നില്ല. പക്ഷെ മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാര് ഈ ആത്മതത്വം എന്താണെന്ന്, ഈ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം എന്നുള്ള ജ്ഞാനം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു കഴിയുമ്പോൾ അവര് ആ ആത്മതത്വവുമായി താതാത്മ്യം പ്രാപിക്കുകയും ആൻഡ് ബിക്കംസ് ഇംപെറിഷബിൾ. അപ്പൊ നമുക്ക് ആ അക്ഷര ബ്രഹ്മമായിട്ട് നമുക്ക് തന്നെ, അതായത് നമ്മളുടെ പ്രവർത്തന ചിന്തകളും എല്ലാം ആ ഒരു നാശങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന വിധത്തിലേക്ക് എത്തിച്ചേരിക്കുന്നു എന്ന് 12-ഉം 13-ഉം ശ്ലോകങ്ങളിൽ 9-ാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചപ്പോൾ അർജുനൻ ചോദിച്ചു, ഇതെന്താണ് ഈ ദൈവികവും ആസുരവും ആയിട്ടുള്ള സമ്പത്തുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കൂടുതൽ അറിഞ്ഞക്കൊള്ളാമെന്ന് പറഞ്ഞതിന്റെ ഇതിനനുസരിച്ചിട്ടാണ് 16-ാം അധ്യായത്തിൽ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അസുരന്മാരോ അല്ലെങ്കിൽ രാക്ഷസന്മാരോ ആയി മാറുന്നത്, എപ്പോഴാണ് മാറുന്നത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോ എന്താ പറയാ, ഈ ആ ഒരു ചാപ്റ്ററിൽ അതിന്റെ ക്വാളിറ്റീസ് ആദ്യം സമ്മറൈസ് ചെയ്യുന്നുണ്ട്. മോകാശ, മോഹകർമ്മ, മോഹജ്ഞാനം, വിജേതസ. മോകാശ, മോഹകർമ്മണോ, മോഹജ്ഞാന വിജേതസഹ. രാക്ഷസീം ആസുരീം ചൈവ പ്രകൃതിം മോഹിനിയും ശ്രുത. മഹാത്മാക്കളായിട്ടുള്ളവര് മഹാത്മാനസ്തു മാൻ പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിതാഹ ഭജന്തി അനന്യമനസ ജ്ഞാത്വ ഭൂതാദിമവ്യയം എന്നാണ് ശ്ലോകങ്ങളിൽ പറഞ്ഞത്. അതായത് ലിവിങ് ഇൻ ഫാൾസ് ഹോപ്സ്, മോകാശ, തെറ്റായിട്ടുള്ള
ഈ ഹോപ്പുകളിൽ, പ്രതീക്ഷകളിൽ ജീവിക്കുന്ന ആൾക്കാര് മോഹകർമ്മ, എൻഗേജിങ് ഇൻ വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്, വെറുതെ എന്താ പറയാ വേസ്റ്റ് ആയിട്ട് പോകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. പിന്നെ മോഹജ്ഞാനം, യൂസ്ലെസ് നോളജ്, ഒരു വിധത്തിലുള്ള ഉപകാരവുമില്ലാത്ത ജ്ഞാനം. വിജയതസ്, അതൊക്കെ ഉപയോഗിച്ചു കൊണ്ടിട്ടുള്ള തെറ്റായിട്ടുള്ള ചിന്തകൾ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ മാറുന്നത്. അപ്പൊ ഇവരുടെ ഈ ക്വാളിറ്റീസില് ആക്ഷൻസ് ദാറ്റ് ബൈൻഡ് അസ് ബിക്കോസ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അത് നമ്മള് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്ട്രെസ്, സ്ട്രെയിൻ, കോൺഫ്ലിക്ട്, സോറോ, ബോർഡം, ഫെറ്റീഗ്, പിന്നെ മനസ്സിന് തന്നെ ഒരു ക്ഷീണം, മനസ്സും ബുദ്ധിയും ഒക്കെ മങ്ങി നിൽക്കാൻ സഹായിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ. റെസ്റ്റ്ലെസ്, അജിറ്റേറ്റഡ്, അൺപ്രൊഡക്റ്റീവ്, ഡിസ്ട്രക്റ്റീവ്, ഇമ്മോറൽ, തെറ്റായിട്ടുള്ളത്, ആൻഡ് ട്രബിൾസം, വാനിറ്റി ആൻഡ് പ്രൈഡ്. അപ്പൊ ഈ ഡംബ്, അഹങ്കാരം എന്നിവയിലൊക്കെ വന്നവസാനിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആണ് നമ്മൾ ഈ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളാണത്. പിന്നീട് യൂസ്ലെസ് നോളജ് ആണെങ്കിലോ, ഒരു വിധത്തിലുള്ള ഉപകാരമില്ലാത്ത ജ്ഞാനമാണെങ്കിൽ നോളജ് ദാറ്റ് ക്രിയേറ്റ്സ് ആങ്സൈറ്റി എന്നുള്ള അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നോളജ് ദാറ്റ് ക്രിയേറ്റ്സ് ആങ്സൈറ്റി, എഡ്യൂക്കേഷൻ ദാറ്റ് മേക്സ് us faithless, fearful and dependent, education that is not productive or creative, knowledge that is not available when needed, ആവശ്യത്തിന് ഉപയോഗിക്കാത്തത്, thinking that increases confusion, and information that forbids free thinking. അങ്ങനെ ജ്ഞാനത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും ക്വാളിറ്റീസ് ആണ് പറയുന്നത്. ഇതാണ് നമ്മളെ എട്ടിവരിഞ്ഞ് മുറുക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ. എന്നാൽ നേരെ മറിച്ച് ട്രൂ നോളജ് എന്ന് പറയുന്നത് ദാറ്റ് ക്വൈറ്റൻസ് ആൻഡ് ദ സെൻസസ് ആൻഡ് ദ മൈൻഡ്, നമ്മളുടെ സെൻസസിനെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ സന്തുലിതാവസ്ഥയിൽ എത്തിക്കുന്നതായിട്ടുള്ള ജ്ഞാനം. ലിബറേറ്റിംഗ് us from fear, grief and delusion, and gives fulfillment in life. ആക്ഷൻസ് ദാറ്റ് ഫ്രീ us. അപ്പൊ അത് അങ്ങനെയുള്ള ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ ഫ്രീഡത്തിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് ഈ ഒരു വ്യത്യാസം, ഇതാണ് ഈ ക്വാളിറ്റീസ്. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല് ഫോൾസ് ഹോപ്സ്, തെറ്റായിട്ടുള്ള പ്രതീക്ഷകളാണ് വേസ്റ്റഡ് ആക്ഷൻസ്. അപ്പൊ അത് ഒരു വിധത്തിലും ഉപകരിക്കാത്തതായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്നു. അപ്പൊ അത് മാത്രമല്ല, അത് യൂസ്ലെസ് നോളജിൽ നിന്ന് അധിഷ്ഠിതമാണ്. ആൻഡ് വിച്ച് റിസൾട്ട്സ് ഇൻ റോങ് തിങ്കിങ്, തെറ്റായിട്ടുള്ള ചിന്തകൾ. അപ്പോൾ അത് രണ്ട് വിധത്തിലാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഒന്ന് എക്സസീവ് ഇന്റലിജൻസ്, അതായത് കാമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ലസ്റ്റ്ഫുൾ ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് എത്തിച്ചേരുന്നു, എക്സസീവ് ഇന്റലിജൻസ്. പിന്നെ വേറൊരു വിധത്തിലെ ക്രിമിനൽ അല്ലെങ്കിൽ സിൻഫുൾ ആൻഡ് ഡെമണിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. അപ്പൊ ഇതിനെയാണ് ഈ എക്സസീവ് ഇന്റലിജൻസസ് എന്ന് പറയുന്നതാണ് അസുരിക് ആയിട്ടുള്ള മനസ്സെന്ന് പറയുന്നത്. ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി അത് കൂടുതൽ പ്ലഷേഴ്സിന്റെ പുറകെ പോകുന്ന മനസ്സിനെയാണ് ആസുരിക് മൈൻഡ് എന്ന് പറയുന്നത്. പിന്നെ തെറ്റ്, ക്രിമിനൽ ആയിട്ടുള്ള പാപങ്ങള്, ക്രിമിനൽ ആയിട്ടുള്ള ആക്ഷൻസ്, അങ്ങനെയുള്ള സംഗതികളാണ് രാക്ഷസത്വം പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള പ്രവർത്തികൾ എന്ന് പറയുന്നത്. അപ്പൊ അസുരന്മാരും രാക്ഷസന്മാരും നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ഈ വിധത്തിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്, രണ്ടു വിധത്തില്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇനി ഈ ചാപ്റ്ററിൽ പറയുന്നത്, എന്തൊക്കെയാണ് ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത്. ഇപ്പൊ ഇതിനെ ഈ പറയുന്ന ട്രൂ നോളജിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ദേവന്മാരെന്നും മറ്റത് അസുരന്മാരെയും രാക്ഷസന്മാരെന്നുമാണ് വിളിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഫസ്റ്റ് ലൈനിൽ തന്നെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. അഭയം സത്വസംശുദ്ധിർ ജ്ഞാനയോഗ വ്യവസ്ഥിതി. അങ്ങനെയുള്ള ആൾക്കാരാണ് ദേവന്മാര്. ദാറ്റ് ഫിയർലെസ്നെസ്, ദോസ് പീപ്പിൾ ഹു തിങ്ക് ആൻഡ് ആക്ട് ഫിയർലെസ്ലി വിത്ത് പ്യൂരിറ്റി ഓഫ് ഹാർട്ട് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഇൻ നോളജ്. അപ്പൊ ഫിയർലെസ്നെസ്, പ്യൂരിറ്റി ഓഫ് ഹാർട്ട് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഇൻ നോളജ്, മൂന്ന് ക്വാളിറ്റീസ്. അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി, അങ്ങനെ മൂന്ന് ക്വാളിറ്റീസ്. ഇതാണ് ഡിവൈൻ ക്വാളിറ്റീസ് എന്ന് പറയുന്നതിന്റെ എന്താ പറയുക ഫണ്ടമെന്റൽ ആയിട്ടുള്ള മൂന്ന് ട്രേറ്റുകൾ.
അപ്പൊ കോമ്പിനേഷൻ ഓഫ് ദീസ് ക്വാളിറ്റീസ്, ഇത് മൂന്ന് റിസൾട്ട് ഇൻ വാട്ട് ഈസ് കോൾഡ് എസ് കറേജിയസ് കോൺഷ്യൻസ് എന്ന് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് മോഡേൺ 21ാം നൂറ്റാണ്ടില് ഈ ഒരു ക്വാളിറ്റി ഉണ്ട്. ഏറ്റവും കൂടുതൽ സക്സസ്ഫുള്ളും ക്രിയേറ്റീവ്, പ്രൊഡക്റ്റീവ് ആൻഡ് എന്താണ് എൻറിച്ചിങ് ആയിട്ടുള്ള ആൾക്കാർ, ഈ മാനുഷിക മൂല്യങ്ങളിലും മറ്റ് തത്വ സംഹിതകളിലും ഒക്കെ ഉറച്ച് വിശ്വസിക്കുകയും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകള്, സക്സസ്ഫുൾ ആവുന്ന ആളുകള്, അവര് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ ഒരു എന്താ പറയാ ഈ മെറ്റീരിയൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ബില്യനേഴ്സ് ആവുന്ന അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. വളരെ വിധത്തിൽ ഈ ലോകത്തിലേക്ക് ഗുണത്തിനും നിലനിൽപ്പിനും വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ, അവരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി കറേജിയസ് കോൺഷ്യൻസ് എന്നാണ് മോഡേൺ മാനേജ്മെന്റ് കോൺസെപ്റ്റുകളിൽ വിളിക്കുന്നത്. ആ ക്വാളിറ്റിയാണ് കറേജിയസ് കോൺഷ്യൻസ്. ഈ കറേജിയസ് കോൺഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 3 സംഗതികളാണ് അവിടെ ആവശ്യം. ഒന്ന് ഫിയർലെസ്നെസ്, 2 അഗെയിൻ പ്യൂരിറ്റി ഓഫ് ഇന്റൻഷൻസ് ആൻഡ് മോട്ടിവേഷൻസ്, ആൻഡ് നോളജ്, ഡൊമൈൻ നോളജ് ആസ് വെൽ ആസ് ദ നോളജ് ഓഫ് ദ പീപ്പിൾ ഹു ആർ ആക്ച്വലി ദ ടാർഗറ്റ് ഓഫ് യുവർ നോളജ്. അപ്പൊ ആ ഒരു വിധത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അപ്പൊ ഏത് ഓർഗനൈസേഷൻസിലൊക്കെ ആണെങ്കിലും പ്രവർത്തനങ്ങളിൽ ഫിയർലെസ്നെസ് കാണിക്കുക, തെറ്റായ മാർഗങ്ങളിലേക്കൊന്നും പോകാണ്ട് ശരിയായിട്ടുള്ളത് ശരിയാണെന്ന് തോന്നുന്നത് ദൃഢമായിട്ടുള്ള വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു മനക്കരുത്തിനെയാണ് ഈ ഫിയർലെസ്നെസ് പറയുന്നത്. പിന്നെ പ്യൂരിറ്റി ഓഫ് ഹാർട്ട്, വിച്ച് ഇസ് ബേസിക്കലി ഒരു സെൽഫിഷ് മെന്റാലിറ്റി ഉപയോഗിച്ചിട്ടല്ല ഞാൻ എങ്ങനെ വലുതാവും എന്നുള്ള ചിന്തയേക്കാൾ കൂടുതൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ പ്രോജക്ട്സ് അതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഗുണങ്ങൾ, അങ്ങനെയുള്ള വലിയ ലാർജർ ഗോൾസ് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരും ജ്ഞാനവും പ്രവർത്തന മണ്ഡലത്തിൽ മേഖലയിൽ നല്ല ജ്ഞാനവുമുള്ള ആൾക്കാരായിട്ട് ഉള്ളവരെയാണ് കറേജിയസ്ലി കോൺഷ്യസ് ആൾക്കാർ എന്ന് പറയുന്നത്. ആ കറേജിയസ് കോൺഷ്യൻസിന്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് പെട്ടെന്ന് ഞാൻ നോക്കാം. അപ്പൊ നമുക്കത് മനസ്സിലാവും ആ ജ്ഞാനത്തിന്റെയും ഫിയർലെസ്നെസിന്റെയും പ്യൂരിറ്റി ഓഫ് ഹാർട്ടിന്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അവിടെ നിന്ന്. അത് തന്നെയാണ് 16ാം അധ്യായത്തില് ശ്രീകൃഷ്ണൻ ആദ്യത്തെ ലൈനിൽ അർജുനനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ദൈവ് വാസ് ദ വെൽത്ത് ഓഫ് ദ ഡിവൈൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ the ability to judge right from the wrong, pleasant from the good, ശ്രേയസും പ്രേയസും വേർതിരിച്ചറിയാൻ കഴിയുക, ആൻഡ് ദ ഫോർട്ടിറ്റ്യൂഡ്, എന്നിട്ട് മനഃശക്തി ഉണ്ടാവണം എന്തിന്, ടു ടേക്ക് ദ പാത്ത് ഓഫ് ദ ഗുഡ്, റൈറ്റ്, ഡു ദ റൈറ്റ് തിങ്സ്. നമുക്ക് എന്താണ് റൈറ്റ് എന്നുള്ള ബോധമുണ്ട്. ആ ബോധത്തിനനുസരിച്ചിട്ട് ഞാൻ വേർതിരിച്ചറിഞ്ഞുകൊണ്ട് ആ ശരിയായ വഴിയിൽക്കൂടെ മാത്രമേ പോവുള്ളൂ എന്ന് പറയുന്ന മനസ്ഥൈര്യം, അത് that is what is defined as the courageous conscience. അപ്പൊ അവിടെ ഫിയർലെസ്നെസ്സും ഈ പ്യൂരിറ്റി ഓഫ് ഹാർട്ടും ഈ സ്റ്റെഡ്ഫാസ്റ്റ്നെസ്സും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്നാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദ അബിലിറ്റി ടു ജഡ്ജ് റൈറ്റ് ഫ്രം ദ റോങ് ആൻഡ് ദ ഫോർട്ടിറ്റ്യൂഡ് ടു ടേക്ക് അഫർമേറ്റീവ് ആക്ഷൻ towards what one believes is right. That is courageous conscience. അപ്പൊ അതിലേക്കുള്ള റോഡ് ബ്ലോക്സ് എന്തൊക്കെയാണ്? റോഡ് ബ്ലോക്സ് ഉണ്ട്. പേടിയില്ലായ്മ എന്ന് പറയുന്ന സംഗതി ഇല്ലാണ്ടിരിക്കുക. അതായത് പേടി, നമുക്ക് പല വിധത്തിലുള്ള പേടികൾ, അതുപോലെ ഹാർട്ട്, നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഉള്ള താമസിക്കൻ രാജസിക് ആയിട്ടുള്ള ചില ഗുണങ്ങൾ, ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ് നോളജ് ഇല്ലായ്മ, അറിവില്ലായ്മ, പല വിധത്തിൽ നമുക്കത് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോ കിടക്കുന്നില്ല. പക്ഷെ പ്രഷേഴ്സ് ഓഫ് അതോറിറ്റി ആൻഡ് നോംസ്, പലപ്പോഴും നമ്മളുടെ ഫോർ എക്സാമ്പിൾ മുകളിലുള്ള ആൾക്കാരുടെ പ്രഷർ കാരണം നമ്മൾ തെറ്റുകൾ ചെയ്യുന്നുണ്ട് പലരും. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അതുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള വിധത്തിൽ. അത് ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഫിയർലെസ്നെസ് വേണം. പിന്നീടാണ് ഹൗ ടു ഗെറ്റ് അറൗണ്ട്. ബേസിക്കലി ഇതൊക്കെ വേണം. ഈ കറേജിയസ് കോൺഷ്യൻസ് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ one quality that the modern management strategies insist is about avoiding moral laziness. Independent critical thinking and active engagement is required for you to be not morally lazy എന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങനെയൊക്കെ നടക്കട്ടെ, എന്റെ കാര്യം ഞാൻ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മള് തെറ്റ് കാണുമ്പോൾ അത് ഫൈറ്റ് ചെയ്യാണ്ടിരിക്കുന്നതിനെയാണ് ഇമ്മോറൽ ലേസിനെസ് എന്ന് പറയുന്നത്. ആൻഡ് ചില എക്സ്ട്രീം കണ്ടീഷൻസിൽ വരുമ്പോൾ കോൺഷ്യൻസിനെ നമ്മള് മാറ്റിവെക്കുന്ന ഒരു ടെൻഡൻസി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതൊന്നും ഇല്ലാണ്ടിരിക്കലാണ് മോറൽ ആക്ടിവിസം എന്ന് പറയുന്നത്.
സോ 4 വിധത്തിലാണ് നമുക്ക് സാധാരണ ആൾക്കാർ ഉണ്ടാവുന്നത് എന്നും ഇന്ന് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുമ്പോൾ പറയുന്നുണ്ട്. ഒന്ന് കൺഫോമിസ്റ്റ്. കൺഫോമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ നമ്മളെ ഓർഗനൈസേഷൻ എന്തൊക്കെ ചെയ്യണം അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്റലക്ച്വലി ലേസി ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ പാസീവ് ആയിട്ടുള്ള ആൾക്കാർ, അപ്പൊ ദേ ആർ ലേസി ഇൻ മോട്ടിവേഷൻ. അവർക്ക് യാതൊരു വിധത്തിലുള്ള ഉൾവിളിയുമില്ല. അങ്ങനെയുള്ളവർ പാസീവ് ആയിരിക്കും. പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ആൾക്കാര് ലേസി ഇൻ ആക്ഷൻ. അവര് എളുപ്പ വഴികൾ നോക്കുകയാണ്. അല്ലെങ്കിൽ എന്താണ് എനിക്ക് ഗുണം, അത് എനിക്ക് വേറെ ദോഷങ്ങളില്ലാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുക നോക്കണം. അതിനെയാണ് ലേസിനെസ് ഇൻ ആക്ഷൻ എന്ന്. അത് ലേസിനെസ് ഇൻ ആക്ഷന്റെ ഒരു റിഫ്ലക്ഷനാണ്. പിന്നെ അലിയനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, സെൽഫ് സെന്റേർഡ്, നമ്മുടെ കാര്യം എന്നിട്ട് മറ്റുള്ളവരെയൊക്കെ മുഷിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ചിന്താശക്തി. അതാണ് 4 വിധത്തില്. ഇതില് നമുക്ക് പലപ്പോഴും നമ്മൾ ഈ 4 വീണു പോവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ മാറ്റി നിർത്തണമെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള ഗുണങ്ങളാണ് ഡ്യൂട്ടി ടു ഡിസബേ. ഈ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് തെറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ, അത് തെറ്റാണെന്ന് പറയാനായിട്ടുള്ള ചങ്കൂറ്റം ഉണ്ടാവുക. ആൻഡ് ടേക്ക് പോസിറ്റീവ് ആക്ഷൻ. അപ്പോൾ എന്താ പറയുക, അതല്ലെങ്കിൽ നമ്മൾ വീഴുന്നത് ഒരു ക്രൈമിലാണ്. അതിനെയാണ് ക്രൈം ഓഫ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. അതായത് തെറ്റ് ചെയ്യാൻ പറയുന്നു, എന്റെ മുകളിലുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എസ് ക്രൈം ഓഫ് ഒബീഡിയൻസ്. ഇതൊക്കെ സത്യത്തില് ഈ കറേജിയസ് കോൺഷ്യൻസിന് എതിരാണ്. നമ്മൾ സാധാരണ ഇത് എങ്ങനെയാണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ സാധിക്കുക? അപ്പൊ സോ യു ഹാവ് ടു ആക്ച്വലി തിങ്ക് അബൌട്ട് ദീസ് തിങ്സ്. അപ്പൊ ജീവിതത്തിലാണെങ്കിലും ശരി, പ്രൊഫഷണൽ മേഖലകളിലാണെങ്കിലും ശരി, വാട്ട് ഈസ് ഇറ്റ് സ്റ്റേക്ക് ഫോർ ദി ഓർഗനൈസേഷൻ ആൻഡ് ഫാമിലി എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇതിൽ നിന്ന് നമുക്ക് ഓർഗനൈസേഷന് എന്ത് ഗുണം അല്ലെങ്കിൽ എന്ത് ദോഷം ഉണ്ടാവും, അല്ലെങ്കിൽ ഫാമിലിയിൽ വാട്ട് ഹാപ്പൻസ് ഇഫ് യു ഫെയിൽഡ് ബാക്ക്. നമ്മൾ തെറ്റ് കണ്ടിട്ടും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഡസ് ദ ലീഡർ, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് തെറ്റ് ചെയ്യാൻ പറഞ്ഞ ആൾക്ക്, ഡസ് ഹി ഹാവ് ദ അതോറിറ്റി ആൻഡ് എക്സ്പെർട്ടീസ്? പിന്നെ ഹ്യൂമൻ ആൻഡ് സോഷ്യൽ കോസ്റ്റ് എന്തൊക്കെയാണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ബോധം. ആൻഡ് വാട്ട് ഈസ് അറ്റ് സ്റ്റേക്ക് ഫോർ യു പേഴ്സണലി. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് തിങ് ദാറ്റ് യു ഷുഡ് ബി വറീഡ് അബൌട്ട്, ബട്ട് ദാറ്റ് ക്യാൻ ബി ദ ലാസ്റ്റ്. സ്റ്റിൽ ഇറ്റ് ക്യാൻ ബി ദർ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഈ കറേജിയസ് കോൺഷ്യൻസ് നമുക്ക് വളർത്തണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ബി വെരി പ്രൊആക്റ്റീവ്. വി നീഡ് ടു ഗ്യാദർ അവർ ഫാക്ട്സ്. അതായത് നമുക്ക് ജ്ഞാനത്തിന്റെ വെളിച്ചം ഉണ്ടാവണം അവിടെ. ആൻഡ് ബിഫോർ ടേക്കിംഗ് എ സ്റ്റാൻഡ്, സംടൈംസ് യു മേ നീഡ് ടു ഒരു കുറച്ചും കൂടി അറിവുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ തേടാൻ തീർച്ചയായിട്ടും അതിന് തുനിയാം. ബിൽഡ് യുവർ ഫോർട്ടിറ്റ്യൂഡ്, മനഃശക്തി, കരുത്ത്, വിൽ പവർ. വർക്ക് വിതിൻ ദ സിസ്റ്റം. പിന്നെ സിസ്റ്റം തിങ്കിങ് ഉണ്ടാവണം എന്ന് പറയും നമ്മൾ. അതായത് നമ്മളുടെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ മാത്രം ചിന്തിക്കരുത്. ഫ്രെയിം യുവർ പൊസിഷൻ. പിന്നെ നമ്മളെ ശരിയായിട്ട് ഈ പറഞ്ഞ ഗ്യാതറിങ് യുവർ ഫാക്ട്സ് ആൻഡ് ഫ്രെയിമിങ് യുവർ പൊസിഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ തെറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മളുടെ ബോസിന്റെ അടുത്ത് തന്നെ നമ്മളെ ഫൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എതിരായിട്ട് പ്രവർത്തിക്കാൻ പോവുകയാണെങ്കിൽ അത് എന്തിനാണ്, എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും പറഞ്ഞു കൊടുക്കുവാനും പറഞ്ഞ് മനസ്സിലാക്കാനും ആയിട്ടുള്ള കരുത്ത് നമ്മൾ സമ്പാദിക്കണം. ആൻഡ് എഡ്യൂക്കേറ്റ് അതേഴ്സ് ഓൺ ഹൗ യുവർ വ്യൂസ് സെർവ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ്. നമുക്ക് നമ്മളുടെ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ നമ്മളുടെ ആംഗിളിൽ നിന്ന് നമ്മൾക്ക് എല്ലാവരെയും അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവരുമായിട്ട് സംവദിക്കേണ്ടതായിട്ട് വരും. പിന്നെ ടേക്ക് കളക്റ്റീവ് ആക്ഷൻസ്. അങ്ങനെ എല്ലാവരും കൂടെ ഒത്തുചേർന്നുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രവണത കാണിക്കുക. ആൻഡ് ഇഫ് യു മീറ്റ് ലീഡർ റെസിസ്റ്റൻസ്, സീക്ക് ഹയർ അതോറിറ്റി. അതിനും മുകളിലേക്കുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു മനസ്സിന്റെ അതിനുള്ള നമുക്ക് കഴിവുണ്ടാവണം. ആൻഡ് ഹാവ് ദ പിന്നെ വേറൊന്നുണ്ട്. ഇപ്പൊ പുറമേയുള്ള ജോലി സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മള് ഈ ബോസായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യത്തിൽ ജോലി പോകാനായിട്ടുള്ള സാധ്യതകൾ വരാം. അങ്ങനെയാണെങ്കിൽ അപ്പൊ നമ്മളത് എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താ പറയുക, വി ഷുഡ് ഹാവ് ദ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ കുഷൻ ടു എക്സസൈസ് അതർ ഓൾട്ടർനേറ്റീവ്സ്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാനസിക ശക്തി, അതാണ് ഈ പറയുന്ന കറേജിയസ് കോൺഷ്യൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇത് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. അത് സെൽഫ് അനലിറ്റിക്സ് കോഴ്സിൽ വരുന്നതാണ്. അത് ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാത്രം. ഈ പറയുന്ന ക്വാളിറ്റീസിനെ ആണ് എന്താ പറയുക ദ ടോപ്പ് ഓർ ദ പ്രൈം 3 ക്വാളിറ്റീസ് ഫോർ എ ദൈവിക സമ്പത്ത്, ഡിവൈൻ വെൽത്തിന്റെ 3 ക്വാളിറ്റീസ്. അതിൽ ആദ്യം തന്നെ പറയുന്ന സംഗതികളാണ് അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗ, വ്യവസ്ഥിതി. പിന്നീട് ഇതിൽ നിന്നുണ്ടാവുന്ന മറ്റ് ക്വാളിറ്റീസ് ദൈവിക സമ്പത്തിന്റെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്
ഒരു 10-20 ക്വാളിറ്റീസിനെ പറ്റി പറയുന്നുണ്ട്. അത് ലിസ്റ്റ് ചെയ്യുന്നു. ഞാനിത് അടുത്ത കുറെ ശ്ലോകങ്ങളിലുള്ളതാണ്. അതെല്ലാം കൂടി സമ്മറൈസ് ചെയ്തിട്ട് ഞാൻ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിയർലെസ്നെസ്, പ്യൂരിറ്റി, steadfastness in knowledge, charitableness, being restrained, having the wisdom to apply knowledge, austerity, uprightness, harmlessness, truthfulness, calmness, having a renounced state of mind, സെറീനിറ്റി, പിന്നെ മറ്റുള്ളവരുമായിട്ട് ബഹളം ഉണ്ടാക്കാനും ഇങ്ങനെ വഴക്കാളി ആവാണ്ട്, നോൺ കലൂഡ്നസ്, കമ്പാഷനേറ്റ്, ജനറസ്, ജെന്റിൽ, മോഡസ്റ്റ് ആൻഡ് സ്റ്റഡി, എനർജറ്റിക്, ഫോർഗീവിംഗ്, ഗ്രിറ്റി, വെർച്വസ്, ടോളറന്റ് ആൻഡ് ഹംബിൾ. അങ്ങനെ 10-20 ക്വാളിറ്റീസ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു അടുത്ത 5-6 ശ്ലോകങ്ങളിൽ. ഇതൊക്കെ ദൈവീ സമ്പത്താണ്. ഇതെല്ലാം ദൈവീക സമ്പത്തുകളാണ്. ഇത് നമ്മള് ഈ പറയുന്ന അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതിയിൽ നിന്നുണ്ടാകുന്നതാണ് ഈ പറയുന്ന 10-20 ക്വാളിറ്റീസ്. ദൈവാസുര സമ്പത്ത്, ഇത് ദൈവിക സമ്പത്ത്, ദ ഡിവൈൻ വെൽത്ത്. പിന്നീടുള്ള കുറച്ച് ശ്ലോകങ്ങളില് അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അസുര സമ്പത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് രണ്ടും കാണിച്ചു തരുന്നുണ്ട്. ആസുര സമ്പത്തുകൾ ഉണ്ടാവുന്നത് ഏറ്റവും കൂടുതൽ അതിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള റീസൺ ഈസ് ബിക്കോസ് ഓഫ് ഗ്രീഡ് ആൻഡ് ആങ്കർ. നമുക്ക് ഈ പറയുന്ന 2 സംഗതികൾ കാരണം ആണ് നമുക്ക് ഇനി പറയാൻ പോകുന്നതായിട്ടുള്ള അസുര സമ്പത്ത് മുഴുവൻ ഉണ്ടാകുന്നത്. ഇത് നമുക്ക് ഈ ഗ്രീഡ് ആൻഡ് ആങ്കർ സെൽഫിഷ്നെസ് ഉണ്ടാക്കി തരികയാണ് അത് ചെയ്യും. സ്വാർത്ഥന്മാരാക്കി മാറ്റും. ആ സ്വാർത്ഥത നമ്മളെപ്പോഴും നമ്മളിലേക്ക് തന്നെ ഞാൻ എൻ്റെ, എനിക്ക് എന്നൊക്കെയുള്ള ചിന്തകളിലേക്ക് എത്തിച്ചേർക്കുകയാണ്. അപ്പോൾ ഹിപ്പോക്രസി, അരഗൻസ്, പ്രൈഡ്, ആങ്കർ, ഹാർഷ്നസ്, ഇഗ്നറൻസ്, ഇംപ്യൂരിറ്റി, ബാഡ് കോണ്ടക്ട്, അൺട്രൂത്ത്ഫുൾനെസ്, ഷോർട്ട് ടേം ഗോൾസ്, അൺഡിസിപ്ലിൻഡ്, അൺസ്ട്രക്ചേർഡ്, മൂല്യങ്ങളൊന്നുമില്ലാത്ത നോ വാല്യൂ സിസ്റ്റംസ്, ഡ്രിവൺ ബൈ സെൽഫിഷ് ഡിസയേഴ്സ്, അരഗൻസ്, പ്രൈഡ്, ഡെലൂഷൻ ആൻഡ് ഇംപ്യൂർ റെസൊല്യൂഷൻസ്, സെൽഫിഷ്ലി മോട്ടിവേറ്റഡ് ആയിട്ട് ഇങ്ങനെ കുറെ ഒരു 10-15 ക്വാളിറ്റീസ് വർണ്ണിക്കുന്നുണ്ട് ആസുര സമ്പത്തുകളായിട്ട്. അത് ദാറ്റ് ക്രിയേറ്റ്സ് കൺസീറ്റഡ് പേഴ്സണാലിറ്റീസ്, സ്റ്റബൺനെസ്, അരഗൻസ്, പ്രിറ്റൻഷ്യസ്നെസ്, ഓസ്റ്റൻറ്റേഷ്യസ്നെസ്, ഈഗോയിസം, പവർ, അരഗൻസ്, ലസ്റ്റ് ആൻഡ് ആങ്കർ. അങ്ങനെ ഈ പറയുന്ന ക്വാളിറ്റീസ് ഈ ക്വാളിറ്റീസിനെ ഇതൊക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് അടുത്ത 6-7 ശ്ലോകങ്ങളില്. ഇത് ആണ് ആസുരി സമ്പത്ത്, അസുരന്മാരുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതിന്റെ റൂട്ട് ഗ്രീഡ് ആൻഡ് ആങ്കർ ലീഡിങ് ടു സെൽഫിഷ്നെസ്. അപ്പോ പിന്നെ കുറച്ച് ശ്ലോകങ്ങളില് ഈ ചെറിയൊരു അധ്യായമാണ് 16-ാം അധ്യായം. അതിൽ ഇനി ബാക്കി വരുന്ന ഒരു 5-6 ശ്ലോകങ്ങളില് വർണ്ണിക്കുന്നത് 20-ാമത്തെ മുതൽ 26-ാമത്തെ ശ്ലോകം വരെയോടെയാണ് അത് ആ നമ്പർ. ഇനി പറയാൻ പോകുന്നത് ഈ ഗ്രീഡ് ആൻഡ് ആങ്കർ, ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ, അല്ലെങ്കിൽ ലസ്റ്റ്, ആങ്കർ ആൻഡ് ഗ്രീഡ് എന്ന് പറയുന്ന 3 സംഗതികൾ. ഈ അത്യാഗ്രഹങ്ങൾ, അതിമോഹങ്ങളൊക്കെയാണ് ലസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് ഗ്രീഡിലേക്ക് എത്തിക്കുന്നു. ആൻഡ് ഇൻ ബിറ്റ്വീൻ ആങ്കർ എന്ന് പറയുന്ന ഒരു ഇമോഷനായി മാറുന്നു. അപ്പൊ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കറിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? അതാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീത 1-ാമത്തെ അധ്യായം മുതൽ 18-ാം അധ്യായം വരെ പറഞ്ഞു തരുന്നത്. അതിന്റെ ഒരു സമ്മറി എന്നുള്ള നിലയിലാണ് 5-6 ശ്ലോകങ്ങളിൽ ഇത് പറയുന്നത്. അപ്പൊ അത് ഞാനിവിടെ ഒരു ഇൻഫോഗ്രാഫിക് ആയിട്ട് കാണിക്കാം. ബേസിക്കലി ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അത് എന്ത് ചലഞ്ച് ഫേസ് ചെയ്യുമ്പോഴും നമുക്ക് ഈ പറയുന്ന വികാരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട 3 സംഗതികളാണ്. ഒന്ന്, ആദ്യം തന്നെ ഇത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കറിനെ കുറയ്ക്കണം. അത് കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമാണ് കർമ്മയോഗം, വർക്ക്. അപ്പൊ ആ കർമ്മയോഗത്തിന് എന്തൊക്കെയാണ് വേണ്ടത്? അത് നമ്മൾ 1-ാമത്തെ അധ്യായം മുതൽ 6-ാമത്തെ അധ്യായം വരെ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. എങ്ങനെയാണ് നമ്മളുടെ ഉള്ളിലെ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ കുറച്ചെടുക്കുക? അത് കുറയ്ക്കാനായിട്ട് ആ പ്രവർത്തനങ്ങളെ മോട്ടിവേഷൻസ്, സുപ്രീം മോട്ടിവേഷൻസ്, we should be fired not by the pleasures but by the joys of the self, supreme motivations. And when you are engaging in duty work, you should have the sense of duty. ഇത് എന്റെ കർമ്മമാണ്, ഇത് ഞാൻ ചെയ്യേണ്ട ബാധ്യതയാണെന്നുള്ള ബോധത്തോടു കൂടിയിട്ട് ഏത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. അപ്പൊ അത് എനിക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ഞാൻ ചെയ്യും. ആൻഡ് വിത്ത് റൈറ്റ് സെൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്, റൈറ്റ് ആറ്റിറ്റ്യൂഡ്സ്, യജ്ഞ, ത്യാഗ, സമർപ്പണ, പ്രസാദ ഭാവങ്ങൾ. പിന്നെ നമ്മളുടെ ഉള്ളിൽ തന്നെ ക്രിയേറ്റീവ്, പ്രൊഡക്റ്റീവ് ആൻഡ് എൻറിച്ചിങ് ആയിട്ടുള്ള ക്വാളിറ്റീസിനെ പുറത്തേക്ക് കൊണ്ടിരുന്ന വിധത്തില്
ബ്രാഹ്മണത്വവും ക്ഷത്രിയത്വവും വൈശ്യത്വവും ശൂദ്രത്വവും ഒക്കെ നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഔന്നത്യം നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ്സ് വളർത്തിയെടുക്കാം. പിന്നെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അടിമപ്പെട്ടു പോവാണ്ട് നല്ല കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പൊ നേരത്തെ ഫിയർലെസ്നെസ്, അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി, ആ കറേജിയസ് കോൺഷ്യൻസോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നതിനെയാണ് കർമ്മസന്യാസം എന്ന് പറയുന്നത്. Fortitude of the mind is the result, and ultimately this will result in focus of mind. ഏകാഗ്ര ചിത്തതയോട് കൂടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കറിൽ നിന്നുള്ള ഫോക്കസ് മാറ്റിയിട്ട് നമ്മളെ ആ ആത്മതത്വത്തിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അത് ചെയ്ത് 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 അഭ്യാസ യോഗേന മാറ്റുന്ന കാര്യങ്ങളാണ്. ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല. ഇത് നമുക്ക് സ്ലോലി മാറ്റങ്ങൾ. ഇപ്പൊ നമ്മളെ ചീത്ത സംഗതികൾ ചെയ്ത് ചെയ്തപ്പോ മദ്യത്തിന് അടിമപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ, അടിമപ്പെട്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് അത് പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ മാറിച്ചേരുകയാണ് ചെയ്യുന്നത്, അല്ലെ? ചീത്ത കാര്യങ്ങൾ നമ്മളെ എളുപ്പത്തിൽ അടിമപ്പെട്ടു പോകാറുണ്ട്. അതേമാതിരി നല്ല കാര്യങ്ങൾക്കും അടിമപ്പെട്ടു പോവാം. കാരണം ബ്രെയിൻ എന്ന് പറയുന്ന സംഗതിയാണ് ഈ മാറ്റങ്ങൾ വരുത്തുന്നത്. ബ്രെയിനിന്റെ ഉള്ളിലാണ് മാറ്റം വരുന്നത്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഓഫ് ദ ബ്രെയിൻ ഈസ് വാട്ട് ക്രിയേറ്റ്സ് ഓൾ ദീസ് പ്രോബ്ലംസ്. By repeated action, focused action, and consistently and persistently following what you want to do. അത് നല്ല കാര്യങ്ങൾ കർമ്മയോഗത്തിന്റെ ഈ പറയുന്ന ക്വാളിറ്റീസിലേക്കും ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റിക്കഴിഞ്ഞാൽ ഡേ 1 ചെയ്തു, ഡേ 2 വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ല എന്ന് വരും. ഡേ 3, ഡേ 4 അങ്ങനെ യു കീപ് ഓൺ ഡൂയിങ്. ഇൻക്രിമെന്റലി യു വിൽ സ്റ്റാർട്ട് മേക്കിംഗ് പ്രോഗ്രസ്. കുറേശ്ശെ മാറ്റങ്ങൾ വരും. കാരണം ബ്രെയിനിന്റെ ഉള്ളിൽ ഈ മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. മൈലിനേഷൻ, സൈനാപ്റ്റിക് കണക്ഷൻസ് ആൻഡ് ന്യൂറോജെനസിസ് എന്നൊക്കെ പറയുന്ന പ്രോസസ്സൊക്കെ ഓവർനൈറ്റ് ഉണ്ടാവുന്നതല്ല. അതൊക്കെ കുറേശ്ശെ മാറ്റി എടുക്കാവുന്നതാണ്. അതിൽ ഓവർനൈറ്റ് ഉണ്ടാവുന്ന വ്യത്യാസങ്ങളുണ്ട്, ലൈക്ക് ഇൻ ടേംസ് ഓഫ് മൈലിനേഷൻ ആൻഡ് ഓൾ ദിസ്. അത് ബിൽഡ് ചെയ്ത് അക്രോസ് എ പീരിയഡ് ഓഫ് ടൈം തിങ്സ് സ്റ്റാർട്ട് ബിക്കമിങ് ഡിഫറെന്റ്. അപ്പൊ അതിന് ആണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർസിസ്റ്റൻസും കൺസിസ്റ്റൻസിയും വെച്ച് ചെയ്യുമ്പോഴാണ് പേഷ്യൻസ് ഉണ്ടാവുന്നത്. ദർ ഇസ് എ ക്രിട്ടിക്കൽ മാസ്. ആ ക്രിട്ടിക്കൽ മാസ് എത്തിക്കഴിയുമ്പോഴേ ചേഞ്ചസ് കാണാൻ തുടങ്ങുള്ളൂ. അതിനുള്ള ക്ഷമ ഉണ്ടാവണം. അപ്പൊ ആ ക്ഷമയൊക്കെ കർമ്മയോഗത്തിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അതാണ് 2, 3, 4, 5, 6 അധ്യായങ്ങളിൽ പറഞ്ഞത്. ആ ഫോക്കസ്ഡ് മൈൻഡിലേക്ക് എത്തിച്ചേരണം. അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം ഈ ലസ്റ്റ്, ഗ്രീഡും ആങ്കറും കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. റെഡ്യൂസിങ് ലസ്റ്റ്, ആങ്കർ ആൻഡ് ഗ്രീഡ്. അങ്ങനെ ആ ഫോക്കസ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗോൾസിലേക്ക് എത്തിച്ചേരുമ്പോൾ കർമ്മയോഗത്തിലൂടെ കർമ്മയോഗിയായി മാറുമ്പോൾ, ഈ കർമ്മയോഗിയായിട്ട് ഇപ്പൊ നമ്മളൊരു 10-40 വയസ്സിൽ അല്ലെങ്കിൽ 50 വയസ്സിലൊക്കെ നമ്മളിത് ചെയ്യണം എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കുറെ സമയം എടുത്തു തരും. നേരെ മറിച്ച് ഒരു 10 മുതൽ 20, 15, 18, 20 വയസ്സ് വരെയുള്ള ടീനേജ് പ്രായത്തിലൊക്കെ ഈ പറയുന്ന തത്വങ്ങള് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റങ്ങൾ വന്നു എന്ന് പറയാം. 1, 2, 3 കൊല്ലങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരാം. കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. കൂടുതൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ സെൽഫ് എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും. ടീനേജേഴ്സിന് ആ സെൽഫ് എഫേർട്ട് ഇടാനായിട്ടുള്ള പ്രചോദനം കുറവായിരിക്കും. പക്ഷെ മുതിർന്ന ആൾക്കാർക്ക് സെൽഫ് എഫേർട്ട് ഇടാനായിട്ട് എളുപ്പമുണ്ട്. അങ്ങനെ 2 അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പൊ സെൽഫ് എഫേർട്ട് വേണം എന്ന് വിചാരിച്ച് നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ മുതിർന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് സെൽഫ് എഫേർട്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ പാരന്റ്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ഗുരുക്കന്മാരെ ഒക്കെ കുറച്ചും കൂടി കൂടുതൽ അതിനു വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് 2 വിധത്തിലും നമുക്ക് മാറ്റങ്ങൾ സാധിക്കും. വൈ ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് ദ ബ്രെയിൻ. അതാണ് ഈശ്വരൻ നമുക്ക്, അല്ലെങ്കിൽ നേച്ചർ നമുക്ക് നമ്മളായിട്ടുള്ള ഒരു വലിയ ഒരു ഉപകരണമാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ബ്രെയിൻ ആദ്യം തന്നെ ഉണ്ടാക്കി തന്നിട്ട് തലയിൽ വെച്ച് തന്നിട്ട് നീ പോയി ജീവിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നുവെങ്കിൽ നമുക്കൊന്നും തന്നെ പഠിക്കാനോ മനസ്സിലാക്കാനോ മാറ്റങ്ങൾ വരുത്താനോ മുകളിലേക്ക് ഉയരാനോ പറ്റില്ല. താഴേക്ക് പോകാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഫിക്സഡ് ആയിരുന്നെങ്കിൽ അത് ഇപ്പൊ എന്താ പറയാ, ഒരു അട്ട, ഈ അട്ടയ്ക്ക് അതിൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ വരുത്താൻ വളരെ കുറവായിട്ടുള്ള സംഗതികളേ ഉള്ളൂ. വളരെ ചെറിയ പരിമിതമായിട്ടുള്ള ബ്രെയിനാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പൊ അത് കാരണം അട്ടയായിട്ട് തന്നെ ജീവിക്കും. മനസ്സിലായി? അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് അസുരന്മാരായിട്ടുള്ള മനുഷ്യർക്ക് പോലും ദേവന്മാരായി മാറാൻ സാധിക്കും.
ഈ ആസുരത്വത്തിൽ നിന്ന് ദൈവിക സമ്പത്തിലേക്ക് വരുവാനായിട്ട് നമുക്ക് സാധിക്കും. എങ്ങനെ? കർമ്മയോഗത്തിലൂടെ. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കർമ്മയോഗ. അപ്പോ അതെന്ത് ആ കർമ്മം നമുക്ക് എന്താ ഉണ്ടാക്കി തരുന്നത്? കർമ്മയോഗം. കർമ്മമല്ല, വെറും കർമ്മം എന്ന് പറഞ്ഞാൽ എനി ആക്ഷൻ. പക്ഷെ കർമ്മയോഗം അതിന്റെ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. 150 ശ്ലോകങ്ങളിലാണ് അതിന്റെ ഡീറ്റെയിൽസ് തന്നത്. അത് മോട്ടിവേഷൻസ്, സെൻസ് ഓഫ് ഡ്യൂട്ടി, ആറ്റിറ്റ്യൂഡ്സ്, ആപ്റ്റിറ്റ്യൂഡ്സ്, ഫോർട്ടിറ്റ്യൂഡ്, ഫോക്കസ്, ഇതെല്ലാം കൂടി ചേർന്നൊരു സംഗതി. ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ അഭ്യാസ യോഗേന നമ്മൾ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ റെഡ്യൂസ് ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ. അങ്ങനെ കുറച്ച് എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ മനസ്സിന്റെ ഒരു സ്റ്റേറ്റ് ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ ഒക്കെ വളരെ മിനിമത്തിലേക്ക് എത്തി. അപ്പൊ എന്താ ചെയ്യാ? പിന്നെ നമുക്ക് പിന്നെയും ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ കുറേശ്ശെ ഉണ്ട് നമ്മുടെ മനസ്സിൽ. ഈ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കറിനെ എടുത്ത് കളയാൻ പറ്റില്ല. അപ്പൊ അതിനെന്താ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവിക സമ്പത്തിലേക്ക് വരണമെങ്കിൽ അതിനെ, ആ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കറിനെ ഒരു പർട്ടിക്കുലർ ചാനലിലേക്ക് വിടണം. ആ ചാനലിലേക്ക് വിടുന്നതിന്റെ പ്രോസസ്സിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ലസ്റ്റ്, എന്റെ ആത്മതത്വത്തോട് ഉള്ള എന്റെ പ്രേമം, അതുകൊണ്ടുള്ള ലസ്റ്റ്, അതിനുവേണ്ടി മാത്രമേ ഞാൻ പ്രവർത്തിക്കുള്ളൂ. അപ്പൊ എന്റെ ലസ്റ്റിനെ എന്റെ സെൽഫിലേക്ക് ഡയറക്റ്റ് ചെയ്യണം. അതാണ് ഗീത പറഞ്ഞു തരുന്നത്. പിന്നെ ആങ്കറിനെ നമുക്ക് സെൽഫിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം മനസ്സിനും ബുദ്ധിയും ശരീരത്തിനും വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ പോകുമ്പോൾ എനിക്ക് ദേഷ്യം വരണം. അതിന് പകരം ഞാൻ എന്റെ ആത്മതത്വത്തിലേക്ക് എന്നെ ആ ദേഷ്യത്തിനെ എനിക്ക് സെൽഫിലേക്ക് ഡയറക്റ്റ് ചെയ്യാന്ന് പറയുന്നത് അതാണ്. പിന്നെ ഗ്രീഡ്, ഈ ആത്മനിർവൃതി തന്നെ, എനിക്ക് ഇനിയും വേണം, കൂടുതൽ വേണം, ഇനിയും കൂടുതൽ വേണം, ഇനിയും കൂടുതൽ വേണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ സെൽഫിലേക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഭക്തിയുടെ ഡെഫിനിഷൻ തന്നെ 16ാം അധ്യായത്തിൽ പറയുകയാണ്. ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ, the reduced lust, greed and anger that is directed towards self is called as bhakti. അപ്പൊ അത് എന്തൊക്കെ ഉണ്ടാക്കി തരും നമുക്ക്? ആത്മാവ് എന്താണെന്നും ഞാനാണ് ആത്മതത്വം എന്നുള്ള എന്റെ ബിലീഫ്, സെൽഫ് ബിലീഫ്, അത് കൂട്ടിത്തരും. എനിക്ക് എന്തിനും കഴിവുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് മറ്റുള്ളവരെക്കുള്ള ഗുണങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും, സസ്റ്റൈനബിൾ, ഇംപെറിഷബിൾ ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് എന്നെ എത്തിക്കാൻ സാധിക്കും, ഞാൻ യൂണിവേഴ്സലാണ്, ഞാൻ ഇൻഫിനിറ്റ് ആണ് എന്നൊക്കെയുള്ള ബോധം എന്റെ മനസ്സിന്റെ ഉള്ളിൽ തരികയാണ്. അപ്പൊ ഈ പറയുന്ന ആത്മതത്വത്തിന്റെ പെർസ്പെക്റ്റീവ് എനിക്ക്, ഇറ്റ് ഗിവ്സ് മീ എ ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവ്. അതാണ് വിശ്വരൂപ ദർശനത്തിലേക്കൊക്കെ എത്തിച്ചേർക്കുന്നത്. ആൻഡ് ഇൻസ്പിറേഷൻ, അത് മേക്ക് യു ഇൻസ്പയർഡ്, ഭക്തനാക്കി മാറ്റുക. സെൽഫ് ബിലീഫ്, ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ക്വാളിറ്റി എന്റെ മനസ്സിൽ വരികയാണ്. എങ്ങനെ? ബൈ ഡയറക്റ്റിംഗ് ദ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ ടുവേർഡ്സ് ദ സെൽഫ്. ഇൻസ്റ്റെഡ് ഓഫ് ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ, സാധാരണ എന്താ മനുഷ്യർക്ക് എന്താ പറ്റുക? ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി മൈൻഡ്, ബോഡി ആൻഡ് ദ ഇന്റലക്ട്. ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ ഡയറക്റ്റഡ് ടുവേർഡ്സ് മൈൻഡ്, ബോഡി ആൻഡ് ഇന്റലക്ട് ആൻഡ് ദ ഒബ്ജക്ട്സ് ഓഫ് മൈൻഡ്, ബോഡി ആൻഡ് ഇന്റലക്ട്. പുറമേയുള്ള ബാഹ്യമായിട്ടുള്ള സംഗതികളിലേക്ക് എന്റെ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ പോകുന്നതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള കർമ്മയോഗവും, ആ കർമ്മയോഗം വഴി എന്റെ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കറിനെ എനിക്ക് സെൽഫിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തിച്ചേർക്കും. റിഫൈനിങ് യുവർ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ. അപ്പോ റെഡ്യൂസിങ് ദ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, കർമ്മയോഗം. റിഫൈനിങ് ദ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ ബൈ എയിമിങ് ഇറ്റ് ടുവേർഡ്സ് ദ സെൽഫ് ഈസ് കോൾഡ് ആസ് ഡിവോഷൻ, ഭക്തി മാർഗം, ഭക്തി. നെക്സ്റ്റ്, അത് കഴിഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ എന്റെ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ ആത്മാവിലേക്ക്, ആത്മതത്വത്തിലേക്ക്, ചോയ്സ് ഓഫ് ദ സെൽഫിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോഴാണ് എൻ്റെ ഉള്ളില് ജ്ഞാനത്തിന്റെ വെളിച്ചം കത്താൻ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആ ഓർഗനൈസേഷന്റെ സെൽഫ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം എനിക്കുണ്ടാവും. ഞാനിത് പുറമേയുള്ള ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആംഗിളിലല്ല, ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇൻ ദ ഔട്ട്സൈഡ് വേൾഡിലേക്ക് ഇത് നമുക്ക് ഈ ഭഗവത്ഗീത എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ആംഗിളിലാണ് ഞാൻ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. ഒന്ന്, ദ സെൽഫ് ഓഫ് യുവർ പെർസ്പെക്റ്റീവ് ഗോൾസ്. അപ്പൊ സെൽഫ് ഓഫ് നമ്മൾ എന്തിനാണ് ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്, അതെന്തിനു വേണ്ടി. പിന്നെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഓർഗനൈസേഷന്റെ തത്വം എന്താണ്, ഈ ഓർഗനൈസേഷന്റെ ശരിയായിട്ടുള്ള അന്തസ്സത്ത എന്താണ് എന്നുള്ള ബോധം മനസ്സിലാക്കാനായിട്ടുള്ള എൻ്റെ ശ്രമം. അല്ലെങ്കിൽ ഞാൻ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റ്
വാട്ട് ഈസ് ദ സെൽഫ് ഓഫ് ദിസ് പ്രോഡക്റ്റ്, ഈ പ്രോഡക്റ്റിന്റെ സ്വത്വം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള ബോധം മനസ്സിലാക്കാനായിട്ടുണ്ട് എന്റെ ഉൾക്കാഴ്ച ഡെവലപ്ഡ് ആവും. എപ്പോഴാണ്? വെൻ ഐ ആക്ച്വലി ഫോക്കസ് മൈ ലെസ് ഗ്രീഡ് ആൻഡ് ആങ്കർ സക്സസ് ഫാക്ടേഴ്സ് ടു ദാറ്റ് സെൽഫ്. നേരത്തെ ഭക്തി അല്ലെ, അതിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ദ സെൽഫ് ഓഫ് യുവർ ഗോൾ ബിക്കംസ് എവിഡന്റ്. എന്നുവെച്ചാൽ ആത്മാവ് എന്താണെന്നുള്ള ബോധം മനസ്സിലായി ആവുന്നു എന്ന് പറയുന്നത് ഇതിന്റെ ഇക്വാലന്റ് ഔട്ട്സൈഡ് വേൾഡ് ഇസ് about understanding the purpose of the എന്താ പറയാ your goals, the purpose of your actions, and you are convinced about it. പിന്നെ നമ്മളുടെ ഉള്ളിലത്തെ മനസ്സിന്റെ ടെൻഡൻസീസിനെ പറ്റി, അതായത് എന്റെ സാത്വിക് ആയിട്ടുള്ള നോളജ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള ഫോക്കസ് അത് വളർത്തിയെടുക്കുവാൻ, മറ്റേ ഡെഫിഷ്യൻസീസ് ഓഫ് നോളജ് കുറയ്ക്കുക, തമസ് കുറച്ചെടുക്കുക. ഡെഫിഷ്യൻസീസ് ഓഫ് നോളജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങും. അപ്പൊ നോളജ് ഡെഫിസിറ്റ്സ് കുറച്ച് കൊണ്ടുവരുമ്പോൾ നോളജ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. ആ നോളജ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താ പറ്റുക? മൈ പ്രൊജക്ഷൻസ്, the actions, the decisions, the judgments that I make will start becoming better and better. അപ്പോ സാത്വിക് രജസ് കൂടുതൽ പുറത്തേക്ക് വരാൻ തുടങ്ങും. പിന്നെ നമുക്ക് തെറ്റും ശരിയും, pleasurable, instant glories and sustainable glories, ഇത് തമ്മിൽ വേർതിരിച്ച് അറിയാനായിട്ടുള്ള എന്റെ വിവേകശക്തി, ഡിസ്പാഷൻ, ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെ വളർത്തിയെടുക്കുക. അങ്ങനെ നോളജ്, ഈ പറയുന്ന എന്റെ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ ഞാൻ കറക്റ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. റീഡയറക്ടിങ് യുവർ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ വിച്ച് ഈസ് നൗ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൽഫ്. Lust, greed and anger that is directed towards the joys of the self is now pointed towards the actual goal, the self. അതായത് അന്തസത്ത, ഓരോ കാര്യങ്ങളുടെയും അന്തസത്ത മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കും. ദിസ് ഈസ് ദ പ്രാക്ടിക്കൽ മെസ്സേജ്. അപ്പൊ 3 step പ്രോസസ് ഓഫ് ഓവർകമ്മിങ് lust, greed and anger is reducing your lust, greed, anger and greed through karma yoga, refining the lust, greed and anger through the Bhakti Yoga process, and ultimately applying Jnana Yoga and redirecting it towards the self. This is the basic, this is what whole Bhagavad Gita is about. ഇങ്ങനെയാണ് നമ്മളുടെ ഉള്ളിലത്തെ ദൈവീകമായിട്ടുള്ള സമ്പത്തിനെ നമ്മൾ ഉയർത്തിയെടുത്തുകൊണ്ടുവന്ന് അതിനെ ശരിയായിട്ടുള്ള നേർവഴിയിലേക്ക് എത്തിക്കുന്നത്. ചോദിച്ചോട്ടെ? യെസ് കൃഷ്ണ. ഇപ്പൊ lust, anger and greed is not going away, correct? We are reducing, refining and redirecting. We are using that lust. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ടോ അതില്? ആക്ച്വലി ആ ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന എന്താ? ദ ലസ്റ്റ് ദാറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി ഔട്ട്വേർഡ് മെറ്റീരിയലിസ്റ്റിക് സെൽഫിഷ് ഇൻട്രസ്റ്റ്, അതിനെയാണ് ശരിക്കും ലസ്റ്റ് എന്ന് പറയുന്നത്. That same, ഞാൻ അതേ വാക്ക് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ലസ്റ്റ് when it is directed towards the joys of the self, I am doing everything for the joys. അപ്പൊ ലസ്റ്റ് അല്ല അത്, it becomes actual ഭക്തി. അപ്പൊ ആ പേര് മാറും. പക്ഷെ അത് ഞാൻ ആ ടേം ആക്ച്വലി ഭക്തി ഓൾസോ ഈസ് ലസ്റ്റ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്തി ഓൾസോ ഈസ് ലസ്റ്റ്, ബട്ട് ദാറ്റ് ലസ്റ്റ് ഈസ് നൗ റിഫൈൻഡ് ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ്. The lust that is refined and directed is called as bhakti. അപ്പൊ ഒരേ വാക്ക് ഉപയോഗിക്കാൻ നമുക്ക് കൺഫ്യൂഷൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാ വേറൊരു ഇത്. അതുപോലെ ആങ്കർ, ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആത്മതത്വത്തിൽ ഉധിഷ്ഠിതമായിട്ട് അല്ലെങ്കിൽ എന്റെ ഗോൾ ഓറിയന്റഡ് ആയിട്ട് ആ ആങ്കർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ സോർട്ട് ഓഫ് പാഷൻ ടുവേർഡ്സ് ദി ഗോൾ, ഹയസ്റ്റ് ഗോൾ. ഹയസ്റ്റ് ഗോൾ ഈസ് ഇൻഫിനിറ്റ്യൂഡ്. അപ്പൊ നമ്മള് പ്രാക്ടിക്കൽ ടേംസിൽ ഹയസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് വാട്ട് എവർ യു ആർ ഡൂയിങ്. അപ്പൊ ഒരു പ്രൊഫഷണൽ മേഖലയിൽ വരികയാണെങ്കിൽ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ്? അപ്പൊ അത് സെൽഫിഷ് ഇൻട്രസ്റ്റിന് വേണ്ടി ആവരുത്. ഇപ്പൊ നമുക്ക് വി ക്യാൻ ഡിസൈൻ എ പ്രോഡക്റ്റ് ഫോർ ദ കമ്മ്യൂണിറ്റി, ലെറ്റ്സ് സേ. അതിന്റെ ഗോൾ എന്താണ്? ദാറ്റ് ഗോൾ ഇസ് എനിക്ക് മില്യണയർ ആവണം, അല്ലെങ്കിൽ മില്യണയർ ആവണം, എനിക്ക് വലുതാവണം എന്നുള്ള ചിന്തയിലാവുമ്പോൾ അത് ലസ്റ്റായി, അത് കിട്ടാണ്ടാവുമ്പോൾ ആങ്കർ, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നേരെ മറിച്ച് വെൻ യു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് why I am doing this, I am doing this because by doing this I can make these benefits for such a lot of people, masses, and I can make an environmental impact.
നല്ല ഇമ്പാക്ട്. ആൻഡ് ഐ ക്യാൻ എൻറിച്ച് പീപ്പിൾസ് ലൈഫ്സ് എന്നുള്ള ബോധത്വം അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മൈ ലസ്റ്റ് ഇസ് നൗ ടുവേർഡ്സ് ദ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് അഗൈൻ നമ്മളുടെ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തത്വം ഉപയോഗിച്ചിട്ട് തന്നെ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പവർ ഓഫ് കോ എക്സിസ്റ്റൻസ് ആൻഡ് എക്സ്പാൻഷൻ. ഒരു യജ്ഞത്യാഗ സമർപ്പണ പ്രസാദ ഭാവത്തോട് കൂടിയിട്ടുള്ള വർത്തൃത്വം, അതാണ് ഈശ്വരത്വം. അപ്പൊ ഈശ്വരത്വത്തിലേക്കുള്ള വഴിയായിട്ട് മാറുന്നു എന്ന് പറയുന്നതാണ് ഇൻ ടേംസ് ഓഫ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഗീത ഇന്റലിജൻസ് അല്ലെങ്കിൽ ഭഗവത്ഗീത ഈസ് ആക്ച്വലി ഓറിയന്റ് ടീച്ചിങ് യു ദാറ്റ്. അപ്പൊ അത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ലസ്റ്റ് ഗ്രേഡ് ആൻഡ് ആങ്കർ തന്നെ ഞാൻ ഉപയോഗിച്ചത് ആ വാക്കുകൾ. അത് ലസ്റ്റ് ഡയറക്റ്റഡ് ടുവേർഡ്സ് സെൽഫ് ഈസ് ഭക്തി, ആങ്കർ ഡയറക്റ്റഡ് ടുവേർഡ്സ്. It was really helpful. കാരണം നമ്മള് ലെസ്റ്റ് ആങ്കർ ഗ്രീഡ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ഒരു നെഗറ്റീവ് സെൻസിൽ മാത്രമാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും ദാറ്റ് ആങ്കർ ഹാസ് ടു ഗോ. അപ്പൊ ആങ്കർ പോകുമ്പോ നമ്മൾ പലപ്പോഴും നമുക്ക് കർമ്മം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഈസ് ഓൾവേസ് ടു വിഡ്രോ. കർമ്മം ചെയ്യണം. അതെ. അപ്പൊ ആങ്കർ പോകുമ്പോ ചിലപ്പോ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അതും അതിന്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. ബേബി വിത്ത് ദ ബാത്ത് വാട്ടർ എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. നമ്മൾ റീഡയറക്ട് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നോക്കുമ്പോഴാണ് ഹോൾ പെർസ്പെക്ടീവ്. കാരണം മെറ്റീരിയൽ ആയിട്ട് മനസ്സെന്ന് പറയുന്ന ടൂള്, യു ടേക്ക് മൈൻഡ് ആസ് എ ടൂൾ ത്രൂ വിച്ച് വി എക്സിസ്റ്റ് അല്ലെ, അത് നമ്മള് ചിന്തിക്കുന്നതും ഇതൊക്കെ പഠിക്കുന്നതും ഒക്കെ ആ മനസ്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അപ്പൊ മനസ്സിന് ഈ പറയുന്ന അതായത് ഈ ജീവിതത്തിൽ ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ആ മനസ്സ് ഉണ്ടാവും. ആ മനസ്സില്ലെങ്കിൽ പിന്നെ നമ്മള് ആസ് ഗുഡ് ആസ് നോട്ട് എക്സിസ്റ്റിംഗ്. അപ്പൊ ആ മനസ്സിന് ക്വാളിറ്റീസ് ആണ് ഇതൊക്കെ ലെസ് ഗ്രീഡ് ആൻഡ് ആങ്കർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. യു ഹാവ് ടു റെഡ്യൂസ് ദി ഔട്ട്വേർഡ് ഡിപെൻഡൻസ് ആൻഡ് ദെൻ point it and refine it such that it understands the inward goals and direct it towards that. Adana karmam bhakti jnana. Thank you. So that way you will be able to deflate your lust, greed and anger. ഈ deflating your lust, greed and anger എന്ന് പറയുന്ന പ്രോസസ് ആണ് സത്യത്തിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. That is the state when the meditative state എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ അല്ല, മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്. മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾ എത്തിച്ചേരുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞാൻ സെൽഫായി മാറുന്നു, ഞാൻ സെൽഫ് ഒന്നായി മാറുന്നു എന്നുള്ള ആ പ്രോസസ്. ദാറ്റ് ഈസ് വെൻ യു ഡിഫ്ലേറ്റ് ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് ആങ്കർ എന്ന് പറയുന്ന അതൊരു ടെക്നിക്കൽ ടേം മാത്രമായിട്ട് എടുത്താൽ മതി. ആ ഡിഫ്ലേഷൻ സത്യത്തിൽ ഡിഫ്ലേഷനെയാണ് ധ്യാനയോഗം എന്ന് പറയുന്നത്. അതായത് ഈ 3 സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ എവിടെയാണോ എത്തിച്ചേരുന്നത് അതാണ് ധ്യാനയോഗം. ഈ ധ്യാനയോഗം എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഇല്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ധ്യാനയോഗം എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഇല്ല. ധ്യാനയോഗം കർമ്മത്തിന്റെ പാർട്ടായിട്ട് മാത്രം ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ധ്യാനയോഗം സെപ്പറേറ്റ് ഒരു യോഗമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നില്ല. കർമ്മം, ഭക്തി, ജ്ഞാനം. അപ്പൊ നമ്മൾ എത്തിച്ചേരുന്ന സ്റ്റേറ്റ് ആണ് ധ്യാനയോഗം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് യു ആൻഡ് ദ സെൽഫ് ബിക്കം വൺ, ഒന്നായി ചേരുന്ന അവസ്ഥ. ഓക്കെ, സോ ദിസ് ഈസ് ഓൺലി എന്താ പറയുക, ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണത്. പക്ഷെ ഇത് നമ്മളൊന്ന് ശരിക്കും പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് ഓരോ മേഖലകളിൽ എവിടെയാണോ നമ്മൾ എന്താണോ ചെയ്യുന്നത് അവിടെ നമുക്ക് എങ്ങനെ കർമ്മയോഗിയാവാം, ഭക്തനാവാം, ജ്ഞാനിയാവാം, എന്നിട്ട് ഡിഫ്ലൈറ്റഡ് ആവാം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിത് ചെയ്തു തീർക്കുകയാണെങ്കിൽ, അല്ല അത് ഒരു സിമ്പിൾ സംഗതി എടുത്തു കഴിഞ്ഞാൽ തന്നെ, ഈവൻ ഇൻക്ലൂഡിങ് നോളജ്, ഈ നോളജും ഞാനും ഒന്നായി മാറുന്ന അവസ്ഥ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് നമ്മളത് വേറൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ എന്നുള്ള നിലയിൽ മാത്രം പറയുന്നതാണ്. വി ക്യാൻ കണക്ട് ഇറ്റ് ലേറ്റർ. ഇപ്പം ഞാൻ ആദ്യം എനിക്കൊരു കാര്യം അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ആ ജ്ഞാനം, സം നോളജ്, എന്തെങ്കിലും ഒരു നോളജ് ആയിക്കോട്ടെ, ആ നോളജ് എനിക്കറിയില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സിമ്പിൾ സംഗതി എടുത്ത് ഡ്രൈവിംഗ് എന്ന് പറയുന്നുണ്ട്, വണ്ടി ഓടിക്കാനായിട്ടുള്ള ജ്ഞാനം അതെനിക്കില്ല എന്ന് വിചാരിക്കുക. അപ്പൊ വണ്ടി ഓടിക്കാനായിട്ടുള്ള ജ്ഞാനവും ഞാനും രണ്ടാണ് അല്ലെ. ഇറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ മൈ ബ്രെയിൻ. ഐ ഡോണ്ട് ഹാവ് ദാറ്റ് സ്റ്റോർഡ് ഇൻ മൈ ബ്രെയിൻ. ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് മീ. അബ്സല്യൂട്ട്ലി നോട്ട്. ഡ്രൈവിങ്ങും ഞാനും തമ്മിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴോ, എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് എങ്ങനെയാണെന്നുള്ള ബോധം എനിക്കുണ്ടായി. എന്നിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഐ വിൽ ബി വെരി കോൺഷ്യസ്. ഞാൻ വളരെ കോൺഷ്യസ് ആയിരിക്കും.
കാരണം ഓരോ സ്റ്റെപ്പും ഓക്കെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി ഞാൻ ബ്രേക്ക് ചവിട്ടണം, ബ്രേക്ക് ചവിട്ടുന്നതിന് മുമ്പ് ആ ക്ലച്ച് പിടിക്കണോടാ, അല്ലെങ്കിൽ ക്ലച്ച് സംതിങ്, അങ്ങനെ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സ് ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്നിട്ട് ഞാനിങ്ങനെ ചെയ്യാണ്. അപ്പൊ എന്റെ ചിലപ്പോൾ കൈ വരച്ചു വരും, കാല് എവിടെ പോയില്ല എന്നൊരു കറക്റ്റ് അങ്ങനെയൊക്കെയുള്ള ചിന്തകളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അല്ലെങ്കിൽ നമ്മൾ മാനുവൽ കാർ ഓടിക്കുകയാണെങ്കിൽ വണ്ടി ഒരു കയറ്റത്തിൽ പോയി ട്രാഫിക് ജാം വന്ന് വണ്ടി നിന്നു എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പായി, സ്റ്റേഷനറി ആയി. ആ സ്റ്റേഷനറി ആയപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യണം? അപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് വണ്ടി മുമ്പിലത്തെ വണ്ടി പോകാൻ പോവാണ്, അപ്പൊ ഞാൻ വണ്ടി മുമ്പോട്ട് എടുക്കണം. അപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്യണം? ഇപ്പൊ ഞാൻ മറ്റേ നാട്ടിലൊക്കെ പഠിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് ബ്രേക്കും ക്ലച്ചും ഒക്കെ കൂടി ഒരുമിച്ച് ഒരു കാല്, ഇതിന്റെ ഒരു പ്രോസസ്സ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിടന്ന് കളിക്കുകയാണ്. എന്നിട്ട് ഞാനിങ്ങനെ ഇത് ചെയ്യണം. അപ്പൊ അതിൽ തെറ്റുകൾ പറ്റും, പലതും പറ്റും. ചിലപ്പോ വണ്ടി പുറകോട്ട് പോകും കുറച്ച്, അപ്പൊ പുറകിൽ ഹോൺ അടിച്ച് കേൾക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്ട്രഗിൾ ചെയ്യും, ടെൻഷൻ അടിക്കും, ഇങ്ങനെ പല കാര്യങ്ങളും. ഇത് അറിയാൻ എനിക്ക്, പക്ഷെ എനിക്ക് ഞാനവും ഒന്നായിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷെ ഞാനത് ചെയ്ത് ത്രൂ ദ റിഡക്ഷൻ ആൻഡ് റിഫൈനിങ്, റെഡ്യൂസിങ് ആൻഡ് റിഫൈനിങ് എന്ന് പറയുന്ന നമ്മുടെ പ്രോസസ്സിലേക്ക് കൂടി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി മാറും. അപ്പൊ നമ്മള് ചിലപ്പോ നമ്മുടെ അടുത്തിരിക്കുന്ന ആളോട് സംസാരിച്ചുകൊണ്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഒന്നും ആലോചിക്കാണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് എല്ലാ അനുഭവം ഉള്ളതല്ലേ ഇത്, അല്ലെ? ഈ മൂന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? എന്റെ ഞാനും ഒന്നായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോഴാണ് എനിക്ക് സബ് കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ 3 സ്റ്റേറ്റില് സത്യത്തിൽ പറഞ്ഞ ഈ 3 സ്റ്റേറ്റ് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ് ഞാനവും നോളജും രണ്ടാണ്. ഞാനവും എനിക്ക് മനസ്സിലായി, പക്ഷെ അത് മുഴുവനായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ നോ ഇറ്റ് ഈസ് ദെയർ ഇൻ മീ, ബട്ട് ഐ ഹാവ് ടു ടാപ്പ് ഇറ്റ്, സെപ്പറേറ്റ്ലി ടാപ്പ് ഇറ്റ്, എന്നാലേ എനിക്ക് സാധിക്കുള്ളൂ. മൂന്നാമത്തെ അവസ്ഥയില് ജ്ഞാനമായി മാറിയ അവസ്ഥ. ഇതാണ് സത്യത്തിൽ പറഞ്ഞ ദ്വൈതം, വിശിഷ്ട അദ്വൈതം, അദ്വൈതം എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മുടെ ഉള്ളിൽ. ഇപ്പൊ ഞാനും സെൽഫും രണ്ടാണ് ദ്വൈതം. ഞാനും സെൽഫും ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, വിശിഷ്ടാദ്വൈതം. ഞാൻ തന്നെയാണ് സെൽഫ് എന്ന ബോധം അദ്വൈതം എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമുക്ക് പ്രാക്ടിക്കൽ ലെവലിലേക്ക് നമ്മളെ അപ്ലൈഡ് ലിവിങ്ങില് നമുക്ക് കൊണ്ടുവരാവുന്ന ഓരോ കാര്യത്തിലും നമുക്ക് ഈ ദ്വൈതവും അദ്വൈതവും വിശിഷ്ടാദ്വൈതവും അദ്വൈതത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും, അല്ലെ? ഏത് വിധത്തിൽ നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. ആ തത്വങ്ങളാണിത്. ഇങ്ങനെ ദൈവിക സമ്പത്തും ആസുരിക സമ്പത്തും അറിഞ്ഞതിന് ശേഷം ഇനി ഈ ദൈവിക സമ്പത്തില് അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസങ്ങളിലേക്ക് കിടക്കുകയാണ് 17ാമത്തെ അധ്യായത്തിൽ, അടുത്ത ചാപ്റ്റർ, ശ്രദ്ധാത്രയ വിഭാഗയോഗം. അപ്പൊ അവിടെ ഗുണങ്ങള് സത്വഗുണം, സാത്വിക് ആയിട്ടുള്ള ഫെയ്ത്ത്, രാജസിക് ആയിട്ടുള്ള ഫെയ്ത്ത്, താമസിക് ആയിട്ടുള്ള ഫെയ്ത്ത്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ടാണ് ഇനി 17ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ അതും കൂടി നമുക്ക് കാണാം. എന്നിട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ 18 പിന്നെ സമ്മറിയാണ്. ഓക്കെ, അപ്പോ അവിടെ ഇപ്പൊ നോളജ് ബേസ്ഡ് ബിലീഫ്, അതിനെയാണ് ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസങ്ങളെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മളുടെ ബിലീഫ് എന്നുള്ളത് വിശ്വാസം എന്ന് ഞാൻ വിളിക്കണ്ട, നമുക്ക് വേറൊരു എന്താ വാക്ക് ഉപയോഗിക്കാം, അത് ഉപയോഗിക്കാം. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്, ഫെയ്ത്ത്. അപ്പൊ ഞാൻ ബിലീഫ് തന്നെ പറയാം. നോളജ് ബേസ്ഡ് ബിലീഫ്, ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എൻ്റെ ബിലീഫുകളെ ഞാൻ ഫെയ്ത്ത്, വിശ്വാസം എന്ന് പറയുന്നു. ഇത് സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ ബിലീഫ് എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ബിലീഫ്, ആ ബിലീഫ് എന്ന് പറയുന്നത് സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ സാത്വിക്, രാജസിക്, താമസിക്. സാത്വിക് ബിലീഫ്സ് ഉണ്ടാവാം, രാജസിക് ബിലീഫ്സ് ഉണ്ടാവാം, താമസിക് ബിലീഫ്സ് ഉണ്ടാവാം. മൂന്നും ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ മൂന്നിന്റെയും ഏറ്റക്കുറച്ചിലോടുകൂടി ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അതിനെയാണ്, ആ ബിലീഫ് വെച്ചിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, ആക്ഷൻസിലേക്ക് പോകുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ ഓവർ ടൈം അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ദാറ്റ് ബിക്കംസ് മൈ നേച്ചർ, എൻ്റെ സ്വഭാവമായി മാറും. എൻ്റെ ബിലീഫുകളെ കാരണമാണ് എൻ്റെ സ്വഭാവങ്ങളായി വരുന്നത്. എൻ്റെ ബിലീഫാണ് എൻ്റെ സ്വഭാവങ്ങളായി മാറുന്നത്. അതെങ്ങനെയാ മാറുന്നത്? ഓവർ എ പീരീഡ് ഓഫ് ടൈം ചെയ്ത് അത് എൻ്റെ സ്വഭാവമായി മാറുന്നു. ഇതാണ്, ദിസ് ഈസ് ഹൗ വി ഫങ്ഷൻ. അപ്പോ
പ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽസ് ആർ ഡിവൈൻ പൊട്ടൻഷ്യൽസ് വിത്തിൻ us. അതായത് ദൈവിക സമ്പത്തുകൾ, എൻ്റെ ഉള്ളിലുള്ള എൻ്റെ കഴിവുകളും അറിവുകളും എൻ്റെ അതുകൊണ്ടുണ്ടാകുന്ന സ്കിൽ സെറ്റൊക്കെ. ദാറ്റ് മേക്സ് us പ്രൊഡക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഇൻ ദിസ് വേൾഡ് ഇൻ എ കോപ്പറേറ്റീവ് മാനർ. അത് ദൈവികമായിട്ടുള്ള എൻ്റെ കഴിവുകളാണ്. പിന്നെ ഗ്രീഡ്, കൺസീറ്റ്, പവർ, ആങ്കർ ആൻഡ് ഫിയർ ആർ ദ റൂളേഴ്സ് ആൻഡ് ഡെമൺസ് ദാറ്റ് റിസൈഡ് ഇൻസൈഡ് അവർ bosom, shaping the way we behave selfishly in this world. സെൽഫിഷ് ആയിട്ട് എന്നെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന സംഗതികൾ. പിന്നെ ലേസിനെസ്, ഈവിൾനെസ്, സ്റ്റുപ്പിഡിറ്റി ആർ ദ ഗോസ്റ്റ്സ് ആൻഡ് സ്പിരിറ്റ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് അവർ ഇഗ്നറന്റ് വേസ് ഓഫ് ഇന്ററാക്ടിങ് ഇൻ ദ വേൾഡ് ഓഫ് ആക്ഷൻ. അപ്പൊ ഈ പറയുന്ന ലേസിനെസ്, ഈവിൾനെസ്, സ്റ്റുപ്പിഡിറ്റി എന്ന് പറയുന്നതൊക്കെ താമസിക് ബിലീഫുകളാണ്. ഗ്രീഡ്, കൺസീറ്റ്, പവർ, ആങ്കർ എന്നൊക്കെ പറയുന്നത് രാജസിക് ബിലീഫ്സ് ആണ്. പിന്നെ പ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽസ് എന്ന് പറയുന്നത് സാത്വിക് ബിലീഫ്സ് ആണ് എൻ്റെ ഉള്ളിലുള്ള. ഇതിൻ്റെയൊക്കെ ഒരു മിശ്രിതമാണ് എൻ്റെ ആക്ഷൻസ്. അത് ഞാൻ ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നു അത് എൻ്റെ ആക്ഷൻ, എൻ്റെ സ്വഭാവമായി മാറുന്നു, നേച്ചറായി മാറും, അൾട്ടിമേറ്റ് നേച്ചറായി മാറും. ഇനി 17-ാം അധ്യായത്തില് ഭഗവത്ഗീത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സാത്വിക് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽസ്, ഡിവൈൻ ദൈവിക സമ്പത്തിനെ, സാത്വിക് ആയിട്ടുള്ള ബിലീഫ്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് എൻ്റെ നേച്ചറാക്കി മാറ്റുക. ഡയറക്റ്റ് ഇപ്പൊ ഞാൻ ആ ആക്ഷൻ അതുകൊണ്ട് കാണിച്ചിരിക്കണം. അവിടെ ആരോ ആ സാത്വിക് ആയിട്ടുള്ള എൻ്റെ ബിലീഫ്സിനെ എൻ്റെ ആക്ഷൻസിൽ എപ്പോഴും കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ ഓവർ ടൈം മൈ നേച്ചർ ബിക്കംസ് സാത്വിക്. സോ ദിസ് ഈസ് ബേസിക്കലി വാട്ട് ഈസ് റിക്വയർഡ്. എൻ്റെ ബിലീഫ്സിനെ സാത്വിക് ആക്കി മാറ്റണം, എൻ്റെ വിശ്വാസങ്ങളെ സാത്വിക് ആക്കി മാറ്റണം. എൻ്റെ വിശ്വാസങ്ങളെ സാത്വിക് ആക്കി മാറ്റണമെങ്കിൽ രാജസിക്, താമസിക് ആൻഡ് സാത്വിക് ആയിട്ടുള്ള വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു ബോധം എനിക്ക് ഉണ്ടാവണം. അപ്പൊ അത് മാറ്റിയെടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറെ എക്സാമ്പിൾസ് ആണ് ഇനി അടുത്ത കുറെ ചാപ്റ്റർ ശ്ലോകങ്ങളിൽ 17 പറഞ്ഞു തരുന്നത്. അപ്പൊ അതിന് സാത്വിക് ഫെയ്ത്ത്, രാജസിക് ഫെയ്ത്ത് ആൻഡ് താമസിക് ഫെയ്ത്ത്. സാത്വിക് ഫെയ്ത്ത് എന്ന് പറയുന്നത് ദാറ്റ് റിസൾട്ട്സ് ഇൻ ഹാപ്പിനെസ്, പീസ് ആൻഡ് ഹാർമണി. രാജസിക് ഫെയ്ത്ത് റിസൾട്ട്സ് ഇൻ സോറോ, ടെൻഷൻസ് ആൻഡ് ഡിസ്ട്രസ്റ്റ്. ആൻഡ് താമസിക് ഫെയ്ത്ത് ലീഡ്സ് യു ടു ഇഗ്നറൻസ്, ഡിസ്ട്രക്ഷൻ ആൻഡ് chaos. അപ്പൊ രാജസിക്കും താമസിക് ആയിട്ടുള്ള സംഗതികളാണ് സത്യത്തില് അസുരന്മാരും രാക്ഷസന്മാരും ആക്കി നമ്മളെ മാറ്റുന്നു. സാത്വിക് ഫെയ്ത്ത് നമ്മളെ ദേവന്മാരാക്കി മാറ്റും. ഇപ്പൊ നമ്മൾ അതിന് ആദ്യത്തെ എക്സാമ്പിൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് പറയുന്നത്. ഭക്ഷണം മീൻസ് എനി ഇൻടേക്ക് ത്രൂ എനി ഓഫ് ദ സെൻസസ്. വായി കൂടി കഴിക്കണം മാത്രമല്ല, ഓൾ ഇൻപുട്സ് ത്രൂ എനി ഓഫ് ദ സെൻസസ് ഈസ് ഫുഡ്. കണ്ണിലെ കാണുന്ന വസ്തുക്കൾ കണ്ണിന്റെ ഭക്ഷണമാണ്, കേൾക്കുന്ന സാധനങ്ങൾ എൻ്റെ ചെവിയുടെ ഭക്ഷണമാണ്. അങ്ങനെ സോ ഫുഡ്, ഈ ഫുഡ് 3 വിധത്തിലാണ് ഫുഡിന്റെ തന്നെ ഉള്ളത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എക്സാമ്പിൾ തന്നെ മനസ്സിൽ ചിന്തിച്ചാൽ മതി. ഒരു എക്സാമ്പിൾ ആയിട്ട് ഗ്രോസ് ആയിട്ടുള്ള സംഗതി, അതായത് മെറ്റീരിയലിസ്റ്റിക് ഗ്രോസ് ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ അതിലുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലെ സട്ടിലായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ വളരെ സട്ടിലസ്റ്റ് ആയിട്ടുള്ളതുണ്ട്. അത് 3 എങ്ങനെയാണ്? അത് 3 വേർതിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഒന്ന്, ഗ്രോസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഗ്രോസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തേക്ക് കളയുന്നത്. എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആയിട്ട് മാറുന്നു. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് സട്ടിൽ ആയിട്ടുള്ള സാധനത്തിനെ ഞാൻ വലിച്ചെടുത്തിട്ട് ഗ്രോസ് ആയിട്ടുള്ള സാധനത്തിനെ ഞാൻ പുറന്തള്ളുന്നു. എക്സ്ക്രീഷൻസ് ആർ കമ്മിങ് ഫ്രം ദ ഗ്രോസ് ആസ്പെക്ട് ഓഫ് ഫുഡ്. സട്ടിൽ ആയിട്ടുള്ള സംഗതികളോ ദാറ്റ് ഗിവ്സ് സ്ട്രെങ്ത് ടു സ്കിൻസ്, ബോൺസ് ആൻഡ് ഫ്ലഷ്. നമ്മുടെ സ്കിൻസ്, ബോൺസ് ആൻഡ് ഫ്ലഷിന് ശക്തി നൽകുന്ന ഭക്ഷണത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന സാധനങ്ങളെ സട്ടിൽ. വളരെ സട്ടിലസ്റ്റ് ആയിട്ടുള്ള സാധനം എന്താണ്? ദാറ്റ് ഈസ് വാട്ട് വിച്ച് അബ്സോർബ്സ് ഫ്രം ദ ഫുഡ് ആൻഡ് ഗിവ്സ് ദ മൈൻഡ് ദ പവർ ടു തിങ്ക്. അപ്പൊ that which the strength that is given to the skins, bones and flesh from the food is the subtle aspect of food, and the subtlest aspect of food is that which is absorbed from the food, which gives you the power of thought, thinking, മനസ്സിന്റെ thinking. ബാക്കിയുള്ളത് ഗ്രോസ് ആയിട്ടുള്ളതിനെ എക്സ്ക്രീറ്റ് ചെയ്ത് തിരിച്ചു കളയും. ഇങ്ങനെ 3 സംഗതികളാണ് ഭക്ഷണത്തിലുള്ളത്. ഈ ഭക്ഷണത്തിനെ therefore നമുക്ക് സട്ടിലസ്റ്റ് ആയിട്ടുള്ള സംഗതികളെ, ആവശ്യമായിട്ടുള്ള സാധനങ്ങളെ എടുക്കണം. അതാണ് നമ്മുടെ ഫുഡിന്റെ സാത്വിക്, രാജസിക് ആൻഡ് താമസിക് നേച്ചർ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഫുഡ് ദാറ്റ് പ്രൊമോട്ട്സ് ലോങ്കവിറ്റി, വെർച്യൂ, സ്ട്രെങ്ത്, ഹെൽത്ത്, ചിയർഫുൾനെസ്, ജോയ്, healthiness, substantive, which is substantive and agreeable, is sattvic food. They are juicy, smooth, substantial and nutritious, which helps you to
develops the strength of the skins, bones and flesh as well as your mind's power of thought. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡുകൾ. രാജസിക് ആയിട്ടുള്ളത് ഫുഡ്സ് ദാറ്റ് ആർ ബിറ്റർ, സവർ, സോൾട്ടി, എക്സസീവ്, ഹോട്ട്, പഞ്ചന്റ്, ഡ്രൈ ആൻഡ് ബേണിംഗ്. They cause pain, grief and diseases. Rajasic food. And tamasic food is that which is stale, tasteless, putrid, rotten, refuse and impure. അങ്ങനെയുള്ള and they cause actually deterioration of the body. ഇങ്ങനെയാണ് ഫണ്ടമെന്റലി ഇത് ആണ് ഡെഫിനിഷൻ ഓഫ് സാത്വിക് ഫുഡ്. 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാനിവിടെ അത് 2-3 ശ്ലോകങ്ങളിലാണ് അത് സമ്മറൈസ് ചെയ്തിട്ട് ഒരു ടേബിളായിട്ട് കാണിച്ചു തന്നത്. പിന്നീട് അപ്പൊ ഫുഡ് കഴിഞ്ഞിട്ട് പിന്നെ സാക്രിഫൈസസ്, യജ്ഞങ്ങൾ, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള സാക്രിഫൈസസ്, അതും രാജസിക്, താമസിക് ആൻഡ് സാത്വിക് ആണ്. നോ ഡിസയർ ഫോർ ദ റിസൾട്ട്സ് ഓഫ് ദ ഫുഡ്സ്. എനിക്ക് ഫലത്തിൽ ഇച്ഛയില്ലാണ്ട് ഞാൻ ചെയ്യുന്ന സാക്രിഫൈസസ്. എൻജോയിങ് ഇൻ ദ സ്ക്രിപ്റ്റേഴ്സ്, മീനിങ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാല്യൂ സിസ്റ്റംസ്, എസ്റ്റാബ്ലിഷ്ഡ് വാല്യൂ സിസ്റ്റംസ് വിത്ത് ഫേം ഫെയ്ത്ത് ആൻഡ് വിത്ത് എ സെൻസ് ഓഫ് ബ്യൂട്ടി. കർമ്മയോഗത്തിൽ അധിഷ്ഠിതമായിട്ടും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് സാത്വിക് ആയിട്ടുള്ള യജ്ഞങ്ങൾ എന്ന് പറയുന്നത്. രാജസിക് ആയിട്ടുള്ളത് വിത്ത് ഡിസയർ ഫോർ ദ റിസൾട്ട്സ്, ഫോർ ഷോയിങ് ഓപ്പുലൻസ് ആൻഡ് വെൽത്ത് ടു ഇംപ്രസ് അതേഴ്സ്, വാനിറ്റി ആൻഡ് സെൻസ് ഓഫ് പവർ കാണിക്കാൻ വേണ്ടിയിട്ട്. താമസിക് ആയിട്ടുള്ളത് കോൺട്രറി ടു ദി എസ്റ്റാബ്ലിഷ്ഡ് നോഷൻസ് ഓഫ് സ്ക്രിപ്റ്റേഴ്സ്. ആൻഡ് യു ഡു നോട്ട് ഡിസ്ട്രിബ്യൂട്ട്, നോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ഓർ ഗിഫ്റ്റ്സ്, നോ ഫെയ്ത്ത്, നോ മെത്തഡോളജീസ്. അങ്ങനെയുള്ള സംഗതികളെ താമസിക് ആയിട്ടുള്ള സാക്രിഫൈസ് എന്ന് പറയുന്നു. സിമിലർലി ഇനി ഓസ്റ്റെറിറ്റീസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് നമ്മളുടെ കഴിവുകളെ വികസിച്ച് എടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തപസ്സുകൾ, the means of fine tuning the body mind to maximize performance in terms of austerity. അതാണ് അത് സാത്വിക് ആയിട്ടുള്ളതും താമസിക് ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. അതിൽ austerity that implies capacity and endurance towards your high goals, ability to set higher goals, attitude of unconditional performance of duties, following simple living and high thinking style, being focused. അപ്പൊ അത് ചെയ്യാൻ സാത്വിക്, രാജസിക് ആൻഡ് താമസിക് തപസ്സുകളുടെ ക്വാളിറ്റീസ് പറയുന്നുണ്ട്. Sattvic, performing the triple action austerities of action, words and thoughts. പ്രവർത്തനങ്ങള്, ചിന്ത, വാക്കുകൾ, ഇതിൽ 3ലും ഓസ്റ്റെറിറ്റീസ് ഉണ്ടാവണം. വിത്തൗട്ട് എനി സെൽഫിഷ് മോട്ടീവ്സ് ആൻഡ് വിത്ത് കംപ്ലീറ്റ് ഫോക്കസ് ആൻഡ് ഫെയ്ത്ത്. The results are great and lasting and peace and tranquility is obtained. അത് സാത്വിക് ആയിട്ടുള്ള തപസ്സാണ്. പിന്നെ രാജസിക് ആവുമ്പോൾ പെർഫോമിംഗ് ഓസ്റ്റെറിറ്റീസ് ഫോർ ഗെയിനിങ് റെപ്യൂട്ടേഷൻ, honor and reverence in society and with hypocrisy. അപ്പൊ ഇതൊക്കെ റിസൾട്ടിന് വേണ്ടിയിട്ടാണ്. The results are normally less than satisfactory, is unstable and not lasting. Rajasic. Tamasic ആവുമ്പോൾ they are generally performed through bizarre rituals, often amounting to self-torture and ignorant perceptions. Generally, it is aimed at getting the better of others or even for destroying others. അതൊക്കെ താമസിക് ആയിട്ടുള്ള തപസ്സായിട്ട്, ഓസ്റ്റെറിറ്റീസ് ആയിട്ട് മാറും. അപ്പൊ ഇത് ഇനി ഈ പറയുന്ന ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ട് പിന്നെ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് ഓം തത് സത് ഡെസിഗ്നേഷൻ. ഓം തത് സത് ഇസ് ദ ട്രിപ്പിൾ ഡെസിഗ്നേഷൻ ഓഫ് ദ ഇൻഫിനിറ്റ്. ഈ ഇൻഫിനിറ്റ്യൂഡിന്റെ, ബ്രഹ്മത്തിന്റെ 3 ആസ്പെക്റ്റുകളാണ് ഓം തത് ആൻഡ് സത്. ഇതിൽ നിന്നാണ് ഗുഡ്നെസ്സും നോളജും സാക്രിഫൈസും എല്ലാം, തപസ്സും ഓസ്റ്റെറിറ്റീസും കർമ്മങ്ങളും എല്ലാം ഈ ഓം തത്സത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്നാണ് 17-ാം അധ്യായം. അതാണ് നമ്മളുടെ വിശ്വാസം, അതാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള വിശ്വാസം. ഓം തത്സത് ഇതി എന്ന് പറയുന്ന ആ 3 ട്രിപ്പിൾ ഡെസിഗ്നേഷൻസ് ഷുഡ് ബി ദ ഗൈഡിങ് ഫാക്ടർ ഫോർ ഓൾ അവർ തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ആൻഡ് വേർഡ്സ്. തോട്ട്സ്, ആക്ഷൻസ് ആൻഡ് വേർഡ്സ്. എവറി ആക്ഷൻ, ബി ഇറ്റ് സാക്രിഫൈസ്, ചാരിറ്റി ഓർ ഓസ്റ്റെറിറ്റി, എന്ത് ചെയ്യുകയാണെങ്കിലും when carried out with the remembrance of Om Tat Sat becomes pure. Om Tat Sat എന്നുള്ള റിമംബറൻസോടുകൂടി, ആ ട്രിപ്പിൾ ഡെസിഗ്നേഷൻസിലുള്ള വിശ്വാസത്തോടു കൂടിയിട്ടുള്ള കർമ്മങ്ങള്, അതിലധിഷ്ഠിതമായിട്ടുള്ള കർമ്മങ്ങള്, അതിനെയാണ് സാത്വിക് കർമ്മങ്ങൾ എന്ന് പറയുന്നത്. സാത്വിക് വിശ്വാസത്തിന്റെ അധിഷ്ഠാനം ആയിട്ടുള്ള സംഗതിയാണ് ഓം തത് സത്. അപ്പൊ അതെന്താണ്? Every action produces a result, fruit ഉണ്ടാവും. The fruit depends not just only on the action, but it also is dependent on the purity of the intentions and motivation. നമ്മൾ ചെയ്യേണ്ട സംഗതികളുടെ
പ്യൂരിറ്റി ഓഫ് ഇന്റൻഷൻസ് ആൻഡ് മോട്ടിവേഷൻസ് അതിൽ ഡിപ്പെൻഡന്റ് ആണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈവൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആള്, ഉണ്ടാക്കി തരുന്ന ആള്, ഉണ്ടാക്കുന്ന ആള്, അയാളുടെ മനസ്സിന്റെ ഇന്റൻഷൻ, ഒരു 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 ഫൈബർ ഉണ്ട്. ആ ഫൈബർ ഓൾസോ അഫക്ട്സ് ദ ഫുഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോന്നിലും പറയുന്നുണ്ട്. അപ്പൊ അതാണ് പ്യൂരിറ്റി ഓഫ് ഇന്റൻഷൻസ് ആൻഡ് മോട്ടിവേഷൻസ് ആൻഡ് ദി ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ദ പെർഫോമർ. It is also dependent on that, the results. The quality of the intentions shape the nature of the results of the action. അതുകൊണ്ട് ഇത് മനസ്സിലാക്കണം ക്ലിയർ ആയിട്ട്. This is signified by the triple designation of Om. Om represents the transcendental absolute, the supreme, the infinite. Tat, that represents the universe from which which came out from the infinite. And Sat is what came out from that, the universe. നമ്മളൊക്കെ ഓരോരുത്തർ ഇൻഡിവിജ്വൽ, നമ്മളുടെ മനസ്സിന്റെ ചിന്തകളൊക്കെ റിയാലിറ്റിയാണ്, ഫിസിക്കൽ റിയാലിറ്റി. നമ്മളൊക്കെ ഫിസിക്കൽ റിയാലിറ്റിയാണ്. സോ ഓം തത്സത്, ഈ ഒരു ട്രിപ്പിൾ ഡെസിഗ്നേഷൻ നമുക്ക് ബോധ്യപ്പെട്ടാൽ ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഇസ് ഷുഡ് ബി ദ റൂട്ട് ഓഫ് യുവർ ഫെയ്ത്ത്. അപ്പൊ അത് ഓം ടു ഇൻവോക്ക് ദ ഡിവൈൻ അബ്സല്യൂട്ട് is to free our personality from the limitations imposed by the body, mind, and intellect. Tat indicates the oneness of all living creatures, the universality. And Sat indicates the reality of our own mind, thoughts, the faith, and my own goodness, the good things that I can do. That is the reality. അപ്പോ പറയാണ്, therefore, അവസാനത്തെ ശ്ലോകങ്ങളിൽ 17 പറയാണ്, therefore with utterance of hope are the acts of sacrifice, gift, and austerity as enjoined in the scriptures, always begun by the students of Brahman. അപ്പൊ ആ ഓം എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഈ പറയുന്ന എല്ലാം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചെയ്യാൻ പോകുന്നതെല്ലാം ഈ ഇൻഫിനിറ്റ് തന്നെയാണ്, ഇൻഫിനിറ്റിന്റെ പ്രതിഫലനമാണെന്നുള്ള ബോധം. അതാണ് ബ്രഹ്മചിന്ത. പിന്നെ അറ്ററിങ് തത്, അടുത്ത ഓം തത്, അത് തത്, ദാറ്റ് without aiming at the fruits are the acts of sacrifice and austerity and the various acts of gift performed by the seekers of liberation. ഇത് മുഴുവൻ, ഈ പ്രപഞ്ചം, യൂണിവേഴ്സ് മുഴുവനും ഞാൻ തന്നെയാണ്. അതിന്റെ ഗുണത്തിനും അതിന്റെ ഉന്നമനത്തിനും അതിന്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ടായിരിക്കണം എന്റെ കർമ്മങ്ങളെല്ലാം എന്നുള്ള ബോധം. അട്ടറിങ് തത്. And the word സത് is used in the sense of reality of the goodness. ഞാൻ ചെയ്യാൻ പോകുന്ന നന്മ, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഗുണം, നന്മ. ആൻഡ് സോ ഓൾസോ ദ വേർഡ് സത് ഈസ് യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് ഓസ്പീഷ്യസ്നെസ് ഓഫ് ദി ആക്ട്. ഇത് ആ ചെയ്യുന്ന ഓസ്പീഷ്യസ് ആക്ട് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് സത്. Devotion to sacrifice, austerity, and gift is also spoken of as Sat, and even action in connection with these is called as Sat. അപ്പൊ ഈ പറയുന്ന ഡിവോഷൻ, ഭക്തി, ഞാൻ കൊണ്ടിരുന്ന ഭക്തി, എന്റെ ഭക്തി, നല്ല ഇന്റൻഷൻസ്, എന്റെ ഭക്തി, ഗുഡ്നെസ്, ഇതൊക്കെ സത്താണ്. അത് ഈ പ്രപഞ്ച ശക്തി തന്നെയാണെന്നുള്ള ബോധം തത്. ആൻഡ് വിച്ച് ഈസ് ഇൻഫിനിറ്റ് ഓം. ഓം തത് സത് ഇൻ ദ റിവേഴ്സ് ഓർഡർ. അപ്പൊ തിരിച്ച് ഓം തത് സത്ത് എന്ന് തന്നെ പറയണം. അപ്പോ മൈൻഡ് സെറ്റ് ഓഫ് സാക്രിഫൈസ് ഈസ് റിഫ്ലക്ഷൻ ഓഫ് ഇൻഫിനിറ്റ്. അങ്ങനെ ഞാൻ ചെയ്യുന്ന എന്റെ സാക്രിഫൈസസ് എല്ലാം അതാണ് ഞാൻ, അതാണ് ഈശ്വരൻ, അത് തന്നെയാണ് ബ്രഹ്മം. എവറി ആക്ട് ഓഫ് സെൽഫ്ലെസ് സാക്രിഫൈസ് ഈസ് ഡിവൈൻ. ദൈവികമായിട്ടുള്ള സമ്പത്താണത്. ഡിവൈൻ ആക്ഷൻസ് ആർ ഓസ്പീഷ്യസ് ആൻഡ് ഗുഡ്. ആൻഡ് ദിസ് ഈസ് ഡിവോഷൻ ആൻഡ് ഇറ്റ് ഈസ് ട്രൂ എക്സിസ്റ്റൻസ്. ഈ ബോധത്തോട് കൂടിയിട്ട്, നമ്മളെ വിശ്വാസത്തോട് കൂടിയിട്ട് ഓം തത്സത് എന്നുള്ള ട്രിപ്പിൾ ഡെസിഗ്നേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ, വാക്കുകളിലൂടെ പറയുകയും ചെയ്യുമ്പോൾ ആണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു സാത്വിക് ആയിട്ടുള്ള ശ്രദ്ധയോടുകൂടിയിട്ടുള്ള മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരുന്നത്. സാത്വിക് മൈൻഡ്ഫുൾനെസ്. So whatever is sacrificed, given or done, സെൽഫ്ലെസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് അസത്ത്. നമ്മൾ സെൽഫ്ലെസ് ആയിട്ട് ചെയ്യുന്നത്, ഈ പറയുന്ന വിശ്വാസം ഇല്ലാണ്ട് ചെയ്യുന്നതൊക്കെ അസത്താണ്. ഓ പാർത്ത, ഇറ്റ് ഈസ് നത്തിങ് ഹിയർ ഓർ ഹിയർ ആഫ്റ്റർ. നമ്മൾ അങ്ങനെ ഈ ബോധം ഇല്ലാണ്ട്, ഓം തത്സത്ത് എന്ന് പറയുന്ന ബോധം ഇല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അസത്താണ്. അതിന് നാശമേ ഉള്ളൂ. അത് ഇവിടെയോ ഇനി നമ്മളുടെ ഒരു വിധത്തിലെ ഒരു ലിഗസിയും നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. സോ വാട്ട് എവർ
the ultimate faith, therefore, that should guide us is about this truth. അങ്ങനെയാണ് ഓം തത് സത്ത് എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീത അവസാനിപ്പിക്കുന്നത് 17-ാം അധ്യായത്തിൽ. I am the infinite. I am one with all, universal. And it is my pouring of, my sacrifice is my pouring of that devotion of the universal Ishvara as well as the infinite, Brahman. ഈ ഈശ്വരനും ബ്രഹ്മനും ആയിട്ടുള്ള ഞാൻ, അതിനോടുള്ള എൻ്റെ ഭക്തി, അതാണ് സാക്രിഫൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ബൈതം. ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ഫെയ്ത്ത്. ദിസ് ഈസ് ഇതാണ് നമുക്ക് വേണ്ട സാത്വിക് ആയിട്ടുള്ള ശ്രദ്ധ എന്ന് പറഞ്ഞിട്ട് 17-ാം അധ്യായം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. With that, we will summarize 16th and 17th. Next chapter would be the final, which is the 18th chapter. അത് ശരിക്കും പറയുകയാണെങ്കിൽ the whole of ഭഗവത്ഗീത സമ്മറൈസ് ചെയ്യുന്നുണ്ട് ഇനി 18-ാം അധ്യായത്തിൽ. വലിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ അത് നമ്മൾ അതിന്റെ സമ്മറി കർമ്മം, ഭക്തി, ജ്ഞാനം എല്ലാ ആസ്പെക്റ്റുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതുവരെ കേൾക്കാത്തതായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ വ്യത്യാസങ്ങളായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ സ്ട്രെസ് ചെയ്തുകൊണ്ട് 18-ാം അധ്യായം അത് with details. That is what we will do in the next month, December. Identifying with infinitude. ഈ ഇൻഫിനിറ്റ്യൂഡ് ബ്രഹ്മം ഓം ഞാനാണ്, ഓം തത് സത്, ഓം തന്നെയാണ് ഞാൻ എന്നുള്ളത് നമ്മൾ ശരിയായിട്ട് ഉൾക്കൊണ്ട് കഴിയുമ്പോൾ ഉണ്ടാവുന്ന നമ്മളുടെ മോക്ഷം ലിബറേഷൻ, അതാണ് മോക്ഷ സന്യാസം എന്ന് പറയുന്ന 18-ാമത്തെ അധ്യായം. വെച്ച് വിൽ ടേക്ക് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ബിഫോർ സ്റ്റോപ്പിംഗ് നമ്മൾ മന്ത്രം ചൊല്ലിയിട്ട് കം. We can discuss any doubts, but before that, RNG, you can summarize. See, actually, ഇന്നത്തെ ഇതുണ്ടല്ലോ, പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. Start, the first one is regarding this courageous conscience. നമുക്ക് interaction level, as far as the organization is concerned, we can clearly work on it. Whereas, in come to the global level, sometimes it becomes difficult. And I can give you a practical example. In my previous organization, we were actually, quoting for a big job. There were 3 tenderers, right? But due to some reason, other 2 were disqualified internally. We came to know that, that is, the other 2 may not be considered for some obvious reasons, right? Then, we were then discussing and we were given the final chance to submit our final prices. Those are all sealed tenders, you remember, nobody will know. Only it is opened all together. So then, our team, the chiefs, he said, yeah, now this is a good chance for us to increase our profit. We will increase our prices by another 10%. So we had a lot of arguments. See, you should not do that because, original price itself is quite good. Why should we do this? Then finally, one argument came, okay, fine. Now this is an opportunity. But if you don't have an opportunity, we will go for a loss. Why should we not take advantage of this situation? ഇത് വരുമ്പോൾ നമ്മുടെ courageous conscience എന്ത് ചെയ്യും? അല്ലേ? ശരിയാണ്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാം. പക്ഷെ അതിൽ അവിടെ ഇപ്പൊ മറ്റേ ഈ പറയുന്ന മാതിരി കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നുള്ള ബോധം നമുക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകുന്നത്, അല്ലേ? അതെ, because it's as good as, we know that we are 100% sure about it. Yeah. And are we not, see, the question was, are we not cheating? Yeah.
നമ്മൾ ആണ്. പക്ഷെ അപ്പൊ മറ്റേ ഇത് നമുക്ക് തന്നെ കിട്ടും എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എത്തിയതും കൂടി അതിന്റെ ഒരു പുറകിലുണ്ടല്ലോ. അത് അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേ ബി വി ക്യാൻ കം അപ്പ് വിത്ത് കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻ ഫോർ ഇറ്റ്. അതെ, പക്ഷെ ദാറ്റ്സ് ഓൺലി ഒരു എക്സ്പ്ലനേഷൻ. ബട്ട് അത് പറയുമ്പോൾ ബേസിക്കലി ഇഫ് യു ഗോ ഇൻ ടു ദാറ്റ് ഗ്ലോബൽ ആസ്പെക്ട് വി ആർ നോട്ട് ഡൂയിങ് ദ റൈറ്റ് തിങ്. ഇല്ല, അല്ല, അതെ. പക്ഷെ മറ്റേ ഈ നമുക്ക് തന്നെ കിട്ടും എന്ന് പറയാൻ കൊണ്ടുവരാനായിട്ടുള്ള ആ ഡിസിഷൻ എടുക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? അതെ, അത് ബിക്കോസ് വി വർ ടെക്നിക്കലി ബെറ്റർ ആൻഡ് വി ഹാഡ്. കറക്റ്റ്. ടെക്നിക്കലി ബെറ്റർ ആയത് കാരണമാണ് നമുക്കത്. അപ്പൊ അതിന്റെ വാല്യൂ എന്നുള്ള നിലയിലാണ് നമുക്ക് ഇവിടെ കൂട്ടിക്കൂടെ എന്നുള്ള ചോദ്യവും കൂടി വന്നേക്കണത്. അത് ശരി. ഈ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ വി വുഡ് നോട്ട് ഹാവ് ഡൺ ഇറ്റ്. ഇല്ല, നമ്മൾ ചെയ്യില്ല. കറക്റ്റ്. ചെയ്യില്ല. അല്ല, നാച്ചുറലി ഒരു ട്രാൻസാക്ഷണൽ വേൾഡില് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവും. അതാ ഞാൻ പറയണത്. ബിക്കോസ് ഇറ്റ് ബിക്കംസ് സംടൈംസ് യു ആർ ഇൻടു എ ഡയലമ whether you should do it or you should not. പക്ഷെ അവിടെ വേറൊന്നുണ്ട്. അതുകൊണ്ട് ഇംപ്ലിക്കേഷൻസിൽ ഇനിയും കൂടുതൽ ദോഷമായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി ബാലൻസ് ചെയ്തിട്ട് മതി നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട്, നമ്മളുടെ കറേജിയസ് കോൺഷ്യൻസ് പുറത്തേക്ക് എടുക്കാനായിട്ട്. അതും ആസ്പെക്ട്. അത് ഇൻഡിവിജ്വലി ഇതല്ല, ഇത് ആക്ച്വലി ആസ് എ ഓർഗനൈസേഷണൽ ലെവലിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോ അതെ, ഇത് ദൂഷ്യമായിട്ടുള്ള സംഗതികള് ചീറ്റിംഗ് എന്നൊക്കെയുള്ള ലെവലിലേക്കൊക്കെ ഉയർന്നു വരുമ്പോഴേ ആ പ്രശ്നം വരുന്നുള്ളൂ. കാരണം ഇപ്പൊ ഈ ലോകത്തിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ സിറ്റുവേഷനില് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. ഐ മീൻ, കാരണം അതുകൊണ്ട് ഓർഗനൈസേഷനോ പ്രോഡക്റ്റോ വാട്ട് എവർ ഇറ്റ് ബിക്കംസ് ബെറ്റർ ആൻഡ് കൂടുതൽ വലുതാവാനായിട്ടുള്ള ഒരു ചാൻസും അത് കാരണം ബാക്കിയുള്ള പീപ്പിൾ ഹു ആർ വർക്കിംഗ് ദർ ക്യാൻ ബെനിഫിറ്റ് എന്നൊക്കെ ഉണ്ടെങ്കിൽ it is fine, and the other people are എന്താ പറയാ capable of paying more, fine, no problem. അല്ല, അത് ശരി. But if you go into the global level, it is, yes, it is difficult. അതെ. അതാ പറയുന്നത്. കാരണം ഇപ്പൊ നമ്മള് ഇത് പറ്റില്ല, നമ്മളെ ഈ പ്രൈസിലേക്ക് കൂട്ടുന്നത് ശരി അൺഎത്തിക്കലാണ് ആൻഡ് ഐ എം നോട്ട് റെഡി ഫോർ ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു റിസ്ക് സം തിങ്സ്. അതെ, അപ്പൊ ആ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആക്ഷൻ പ്ലാൻ ഉണ്ടാവണം. അതാണ് മറ്റേ അതിന്റെ അതെ അല്ലെ, അത് റിസ്ക് അല്ല, അത് അവരുടെ ആർഗ്യുമെന്റ് ആയിരുന്നു. കൗണ്ടർ ആർഗ്യൂയിങ്. അല്ല, സപ്പോസ് യു ആർ അഗൈൻസ്റ്റ് ഇറ്റ് ആൻഡ് ഓക്കെ, ഇഫ് അവര് കൗണ്ടർ ആർഗ്യുമെന്റ് ആർ യു കൺവിൻസ്ഡ്? അതെ, because what they are telling is, say for example, you consider this, you are into a competition and you have to reduce the price, right? Then what you would have done, you will definitely go a lower price and your profitability would have come down. Okay. So this is an opportunity for the organization to counteract such situation in future. Correct. Yes. I mean, yes. And if you are convinced about it, then it is fine. എനിക്ക് തോന്നുന്നു നമ്മുടെ അല്ല, കൺവിൻസ്ഡ് ആണ്. ഒരു അശ്വത്ഥാമാവ് എന്ന ആന എന്നുള്ള ഒരു അഡ്രസ്സിംഗ് ദിസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് വരുമ്പോ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ശ്രീകൃഷ്ണൻ ചെയ്ത സംഗതിയാണ് അശ്വത്ഥാമാഹത കുഞ്ചര എന്ന് പറഞ്ഞ മാതിരി. പക്ഷെ അത് വേറെ വിധത്തിലുള്ള നെഗറ്റീവ് ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും, ഒരു പ്രസിഡന്റ് ഉണ്ടാക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ധൈര്യം, അതാണ് കറേജിയസ് കോൺഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ദാറ്റ് ഈസ് സംതിങ് വിച്ച് പ്രോബബ്ലി ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് യു മേ ഹാവ് ടു ടേക്ക് ഇറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് അവർ പൊസിഷൻ ഈസ് ഓൾസോ ക്ലിയർ. അല്ല, അത് അങ്ങനെ കുറച്ച് ഒരുപാട് സിറ്റുവേഷൻസ് അങ്ങനെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് വരും. ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി. അല്ല, ഇതിനകത്ത് ശരി തെറ്റെന്ന് പറയാൻ വിഷമം വരുന്നു. അതുകൊണ്ടാണ് വിച്ച് ഈസ് റൈറ്റ് ആൻഡ് വിച്ച് ഈസ് റോങ്. അതെ, അല്ല, അത് ഇറ്റ് വിൽ ദാറ്റ് റൈറ്റ് ആൻഡ് റോങ് ക്യാൻ ഓൺലി ബി ഡിസൈഡഡ് ബേസ്ഡ് ഓൺ ദ ഇംപ്ലിക്കേഷൻസ് ഇൻ ടേംസ് ഓഫ് അപ്പൊ അത് ഓരോ സിറ്റുവേഷനിലും വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇതാണ് റൈറ്റ് ഇതാണ് റോങ് എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് വൺ തിങ്. സെക്കൻഡ്ലി, നമ്മൾ ഈ ലസ്റ്റ്, ആങ്കർ, ഗ്രീഡിനെ പറ്റി പറഞ്ഞല്ലോ.
See, lustum, greedum, more or less, we can bring it under control. But the anger undallo, it is something which is very, very, very difficult. Right? It is extremely difficult, and you may think you have already won the anger, but in certain situations, suddenly that particular sense of body conscious will make you very, very angry. Yeah. And it is also about not being able to satisfy your lust and greed is what results in anger. See, for example, anger can come on a personal level. Say, for example, you have conquered lust and greed. That is, you don't want anything. You are excessively nothing. You are but that self importance. സെൽഫ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് ബുദ്ധി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പൊ ആ മനസ്സ് ബുദ്ധി ശരീരത്തിന്റെ എന്ന് വെച്ചാൽ എന്റെ ഐഡിയ അല്ലെങ്കിൽ എന്റെ ആഗ്രഹങ്ങൾ, എന്റെ ആവശ്യങ്ങൾ, എന്റെ പ്ലഷേഴ്സ് എന്നൊക്കെയുള്ള ചിന്ത, അത് ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ലസ്റ്റ് ആൻഡ് ഗ്രീഡ് ഈസ് ഓൾ അബൌട്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ് ആണ് ഈ പറയുന്ന ആങ്കർ എന്നാണ് മറ്റേ ഈവൻ ഗീത ഈസ് ഡിഫൈനിങ് ദാറ്റ് വേ as anger, as something that arises out of the failure of satisfying your lust and greed. Okay. Oh, that way, yes. Adana agitation. That agitation that arises because you are not able to satisfy your intellect or mind or body. ജനറ്റിക്കൽ അല്ലെങ്കിൽ ആ എൻവയോൺമെന്റൽ ആ സെറ്റപ്പും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് ഈസി ടു കൺട്രോൾ ആങ്കർ. ആങ്കർ ആണ് അധികം വരാത്ത സാധനം. പക്ഷെ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ദ ലസ്റ്റ് ആൻഡ് ഗ്രീഡ്. അല്ല, അതിപ്പോ ആക്ച്വലി ലസ്റ്റ്, ഗ്രീഡ്, ആങ്കർ ഇത് മൂന്നും ഇന്റർട്വൈൻഡ് ആണ്, ഇന്റർകണക്റ്റഡ് ആണ്. പിന്നെ ഒരു ചാർട്ട് കാണിച്ചില്ലേ സത്വഗുണം, അതൊന്ന് കാണിക്കാമോ? സത്വഗുണം becomes nature. Yeah. അല്ല, ഇത് തന്നെ. ഇതിനകത്ത് നമുക്ക് ആ ബിലീഫിനും ആക്ഷനും നടുക്ക് ഒരു തോട്ട് വരണ്ടേ? ബിലീഫും ആക്ഷനും നടുക്ക് will it not be in fact this belief itself is thought. I see. Okay. ചിന്തയാണല്ലോ എന്റെ വിശ്വാസം എന്ന് പറയുന്നതാണ് എന്റെ ചിന്തയുടെ ഒരു ഫ്ലേവർ ആണ് ബിലീഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് നോളജ് ഇല്ലാത്ത ബിലീഫിനെയാണോ അതോ റോങ് നോളജിലുള്ള ബിലീഫിനെയാണോ? അന്ധവിശ്വാസം എന്ന് പറയുന്നത് നോളജ് ഇല്ലാത്ത ബിലീഫ്, സൂപ്പർസ്റ്റിഷൻ എന്ന് പറയുന്നത്. Belief that is not rooted in belief that is rooted in ignorance is called as superstition. ഇവിടെ നേച്ചറും ക്യാരക്ടറും ഒന്നാണോ? നേച്ചറും നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിന്റെ നമ്മളതിന് നല്ല സംഗതികളെയാണ് ക്യാരക്ടർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ ക്യാരക്ടർ ഡിഫൈൻ ചെയ്യണം, ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആൻഡ് ബേസിക്കലി ഇറ്റ് ഈസ് അനദർ ആസ്പെക്ട് ഓഫ് നേച്ചർ. Wonderful learning. ഈ 16 ആക്ച്വലി ഇറ്റ് ഈസ് മോർ ഓഫ് ഒരു ടെക്നിക്കൽ ചാപ്റ്റർ ആണ്. പിന്നെ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് അർജുൻ ചോദിച്ചപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മോർ ഓഫ് appendix that has been added to Bhagavad Gita. Actually, this is easy to understand. എന്താ പറയാ? This is easy to understand. Sorry. ഇതിലിപ്പോ ഒരു കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കാണ് ക്യാരക്ടറിസ്റ്റിക്സും അങ്ങനത്തെ, വേറെ ഒന്നുമില്ല അതില് കൂടുതൽ. അല്ല, ഞാൻ പറഞ്ഞു ഈ ഒരു പെർസ്പെക്റ്റീവില് വീണ്ടും നേരത്തെ പഠിച്ചത് ഒന്ന് റീവിസിറ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു. അതെ, കറക്റ്റ്.
ഇൻഫാക്ട് അടുത്ത 18ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനത്തെ ക്ലാസിഫിക്കേഷൻസ് പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര അങ്ങനത്തെ ക്ലാസ്സസ് ഒക്കെ ഇല്ലേ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചിട്ട്. ക്ലാസ് കഴിഞ്ഞു ആരും ഹോട്ടലിൽ പോകാൻ പാടില്ല. എന്താ? ആരും ഹോട്ടലിൽ പോയി ഊണ് കഴിക്കാൻ പാടില്ല. ബിക്കോസ് അവിടെ പോയാൽ നമുക്ക് ഉള്ളി ബിസിനസ് നേച്ചർ വരും. വാട്ട് ഐ വിൽ ഗെറ്റ്, if I give something. ബിക്കോസ് അവിടെ ബിസിനസ് ആണല്ലോ ഹോട്ടലിൽ പോയി കഴിച്ചാൽ. അത് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്ക് ഇത് ആർക്കാണ് കൊടുക്കണേന്ന് പോലും ഒരു ബോധം ഇല്ലാണ്ടല്ലേ ഉണ്ടാക്കണേ. അത് മാത്രമല്ല, ഐ ഹാവ് ടു മേക്ക് മണി എന്നുള്ളതാണല്ലോ. ഐ ഹാവ് ടു മേക്ക് ആസ് മച്ച് മണി ആസ് പോസിബിൾ. അത്രേ ഉള്ളൂ, വേറെ ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. പിന്നെ അതിനെ റീഡയറക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളൊരു ബോധം നല്ലതാണ്. ഒരു ഗിൽറ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഹോട്ടലിൽ പോയാലും അതിനെ എങ്ങനെ നമുക്ക് റീഡയറക്ട് ചെയ്യാമെന്നുള്ള ഒരു ചിന്ത ഉണ്ടായാൽ